ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സോഴ്സ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പോൾ നമ്മൾ മൈക്രോബയോളജി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കോടെ ഐശ്വര്യമായിട്ട് നമുക്ക് മൈക്രോബയോളജി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് മൈക്രോബയോളജിയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന മൈക്രോബ്സിനെ പറ്റിയാണ്. അതേപോലെ ഇൻഫെക്ഷൻ്റെ സോഴ്സും ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ് നമുക്ക് വരുന്നതും ആ മൈക്രോബ്സ് എങ്ങനെയാണ് നമുക്ക് സ്പ്രെഡ് ആവുന്നത്, അതായത് ഇപ്പം ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഒരു സോഴ്സ് കാണുമല്ലേ, ആ സോഴ്സിൽ നിന്ന് എങ്ങനെയാണ് ഈ ഹോസ്റ്റിലേക്ക് അത് എത്തുന്നത് എന്നുള്ള കാര്യം, അതായത് ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അത് ആ മൈക്രോബ്സ് ഏതൊക്കെ കണ്ടീഷനിലാണ് ഗ്രോ ചെയ്യുന്നത്, അങ്ങനത്തെ പല കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു മൈക്രോബയോളജിയുടെ അണ്ടറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ഇൻഫെക്ഷൻ്റെ സോഴ്സസും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷനും. അപ്പം ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഒരു മൈക്രോബ് നമ്മുടെ ബോഡിയിൽ വരികയാണ്, വന്നിട്ട് അത് എന്ത് ചെയ്യാണ്, നമ്മുടെ നോർമൽ ഫങ്ഷനിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടിരിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള സെൽസിനെ എന്ത് ചെയ്യാണ്, അൺഹെൽത്തി ആക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ ഓൾട്ടർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് കോസ് ചെയ്തു? ഇൻഫെക്ഷൻ കോസ് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, സോ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന കുറേ മൈക്രോബ്സ് കാണും, മൈക്രോ ഓർഗാനിസംസ് കാണും. അപ്പം അതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ജസ്റ്റ്, അതായത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ആണുള്ളത്, എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ്, ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്, സോഴ്സസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പം ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പം ഓരോ ഇൻഫെക്ഷൻ പറയല്ലോ, അപ്പോൾ അതിന് എക്സാമ്പിൾസ് പഠിക്കുക. എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയും അടുത്തൊരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലും വന്നിട്ടുള്ളത് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതായത് ഇപ്പം ഇന്ന സോഴ്സിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ഏതാണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. അപ്പം ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് എന്താണ്? എക്സാമ്പിൾസ്. ഓരോ ഇൻഫെക്ഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ സോഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കി വെച്ചോളൂ. നമുക്ക് ഷുവറായിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ പറഞ്ഞു തന്നേക്കാണ്. എക്സാമ്പിൾസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഓരോ സോഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾസ്. ഞാൻ ഒന്നുകൂടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പോൾ വീഡിയോ കാണില്ലേ, വീഡിയോ കാണുന്ന സമയത്ത് നമ്മളിപ്പോൾ നോട്ടായിട്ട് അങ്ങ് എഴുതി വെക്കുകയല്ലേ, എല്ലാം സെൻറ്റൻസ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ അതിന് പകരം നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് ഇപ്പം ഈ സോഴ്സിൽ വരുന്ന എക്സാമ്പിൾസ് മാത്രം നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് അത് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക, നോട്ട് എടുക്കുക, അതിനകത്ത് ഓരോ പോയിന്റ് ആയിട്ട് പഠിക്കുക. അപ്പം നമുക്ക് പഠിക്കാനും വേണ്ടി യൂസ് ചെയ്യാം, അതേപോലെ എക്സാമിന് അടുപ്പിച്ച് റിവിഷൻ ടൈമിലും ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡിലോട്ട് വരും. സോ അതുകൊണ്ടാണ് ഈ പോയിന്റ് ആയിട്ട് എഴുതാൻ പറയുന്നത് കേട്ടോ. കുഞ്ഞു പോയിന്റ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് എന്താണ് ഇൻഫെക്ഷൻ എന്നൊക്കെ കാര്യം ആദ്യം നോക്കാം. സോ നമ്മൾ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ പാത്തോജൻസ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഒരു ഡിസീസ് നമുക്ക് ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാത്തോജൻസ് എന്ന് വിളിക്കുക. സോ മൈക്രോ ഓർഗാനിസം ദാറ്റ് കോസ് ഡിസീസ് ആർ കോൾഡ് പാത്തോജൻസ്. പാത്തോജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന മൈക്രോബ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ പറയാം. ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ കോൾഡ് പാത്തോജൻസ്. ഓക്കെ, അപ്പോൾ ഡിസീസ് കോസിങ് ഓർഗാനിസംസ് ആർ നോൺ ആസ് പാത്തോജൻസ്. അതിൽ മൈക്രോ ഓർഗാനിസത്തിൽ നമുക്ക് കോമൺ ആയിട്ട് ഡിസീസ് കോസ് ചെയ്യുന്ന ഈ 4 ആൾക്കാരാണ്. ആരൊക്കെയാണ്? വൈറസ്. ഏതാണ്? വൈറസ് വരുന്നുണ്ട്, ബാക്ടീരിയ, ഫഞ്ചൈ, പാരസൈറ്റ്സ്. ഓക്കെ, ഈ 4 എണ്ണമാണ് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പാത്തോജൻസ്. ഏതൊക്കെയാണ്? വൈറസ്, ബാക്ടീരിയ, ഫഞ്ചൈ ആൻഡ് പാരസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻഫെക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യുന്നു? നമ്മളുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു, ഇൻവേഷൻ നടത്തി എൻട്രി ചെയ്യാണ്. എൻട്രി ചെയ്തിട്ട് നമ്മളുടെ ബോഡിയിൽ വെച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു വിത്തിൻ ദ ബോഡി. ഓക്കെ ആണല്ലോ? സോ ഇൻഫെക്ഷൻ ഈസ് ദ ഇൻവേർഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം വിത്തിൻ ദ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു ത്രൂ എനി മീൻസ്. അത് നമ്മളുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്നു, എന്നിട്ട് അവിടെ വെച്ചിട്ട് അതെന്തെയാണ്? മൾട്ടിപ്ലൈ ചെയ്യാണ്, അല്ലെങ്കിൽ ഗ്രോ ചെയ്യാണ്. സോ ഈ ഇൻഫെക്ഷൻ കാരണം എന്താവാം? ഇറ്റ് ക്യാൻ ലീഡ്സ് ടു ഡിസീസിലേക്ക് ലീഡ് ചെയ്യാം, വിച്ച് കോസസ് സിംറ്റംസ് ഓഫ് സയൻസ് ഒക്കെ
ഉണ്ടാവും. എന്താണ് അതെങ്ങനെയാണ് ഈ സിംറ്റംസ് സൈൻസ് ഉണ്ടാക്കുന്നത്? നമ്മളുടെ നോർമൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ദ ഹോസ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ സെൽസിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ഇവരെന്ത് ചെയ്യാണ്? ഡീവിയേറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാണ്. സോ അങ്ങനെയാണ് നമുക്ക് ഡിസീസ് ഉണ്ടാവുന്നത്. സോ ഇൻഫെക്ഷൻ ഈസ് എ ഇൻവാഷൻ ഓർ growth of microorganism within the body. An infection can lead to disease that cause signs and symptoms resulting in an deviation from the normal structure or the function of the host. അപ്പോൾ ഇൻഫെക്ഷൻ കോസിങ് ഓർഗാനിസത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പാത്തോജൻസ് എന്ന് വിളിക്കും. ഇനി ഈ രണ്ട് ടേം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. ദ എബിലിറ്റി ഓഫ് എ മൈക്രോ ഓർഗാനിസം ടു കോസ് ഡിസീസ്, അതായത് ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് ഡിസീസ് കോസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ പാത്തോജെനസിറ്റി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുക? പാത്തോജെനസിറ്റി. അപ്പോൾ ദ എബിലിറ്റി ഓഫ് എ മൈക്രോ ഓർഗാനിസം ടു കോസ് ഡിസീസ് ഈസ് കോൾഡ് പാത്തോജെനസിറ്റി. And the degree to which a microorganism is likely to become a disease is called virulence. ആ ഒരു മൈക്രോ ഓർഗാനിസത്തിന് എത്രത്തോളം ഡിസീസ് കോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൻ്റെ വിറുലൻസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ദ degree to which a microorganism is likely to cause or become a disease is called virulence. അതിനെയാണ് വിറുലൻസ് എന്ന് പറയുന്നത്. അപ്പം പാത്തോജെനസിറ്റി എന്താണെന്നും വിറുലൻസ് എന്താണെന്നും ജസ്റ്റ് നോക്കി വെച്ചോളൂ. ഇങ്ങനത്തെ ടേംസിൻ്റെ ഡെഫിനിഷൻസ് നമുക്ക് എക്സാമിന് ചോദിക്കാം. വിച്ച് ഈസ് നോൺ ആസ് ഡാഷ് എന്നുള്ള രീതിയിൽ ആ ഡെഫിനിഷൻസും കൂടെ നോക്കാം. അപ്പം ഇങ്ങനെ ചില ടേംസുകൾ നമുക്ക് വരും. ആ ടേംസിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കി വെച്ചോളൂ. ഡെഫിനിഷൻസ് തന്നിട്ട് അതെന്താണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ നോക്കാം. അപ്പം പല ബേസിസിൽ നമുക്ക് അല്ലെങ്കിൽ പല രീതിയിൽ നമുക്ക് ഇൻഫെക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ നമുക്ക് ഇൻഫെക്ഷനെ എൻഡോജീനസ് ആൻഡ് എക്സോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം എൻഡോജീനസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള മൈക്രോഫ്ലോറ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള മൈക്രോ ഓർഗാനിസം ആവാം. അത് നമ്മൾ എന്ത് ചെയ്യാണ്? അതിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് കാരണം നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നു. സോ എൻഡോജീനസ് ഇൻഫെക്ഷൻ ഇറ്റ് ഈസ് ഫ്രം ദ ഹോസ്റ്റ് ഓൺ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്ന ഇൻഫെക്ഷനാണ് എൻഡോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. എക്സോജീനസ് ഇൻഫെക്ഷൻ അപ്പോൾ എന്തായിരിക്കും? പുറത്തുനിന്ന് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് ആ ഒരു പാത്തോജൻ അല്ലെങ്കിൽ ആ ഒരു മൈക്രോബ് എൻറ്റർ ചെയ്യുകയാണ്. അത് നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എക്സോജീനസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ എൻഡോജീനസ് ഇറ്റ് ഈസ് ഫ്രം ദ ഹോസ്റ്റ് ഓൺ ബോഡി ആൻഡ് എക്സോജീനസ് ഇൻഫെക്ഷൻ എന്താണ്? ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ്. Okay അല്ലേ? So depending on the source of infection is of two type, exogenous and endogenous. Exogenous എന്ന് പറയുമ്പോൾ from an external source and endogenous is from the host on body. ഇനി അടുത്തൊരു ടൈപ്പാണ് പ്രൈമറി റീഇൻഫെക്ഷൻ, സെക്കൻഡറി ആൻഡ് റീഇൻഫെക്ഷൻ. പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട്, അതായത് ഇപ്പം ഒരു ഹെൽത്തി പേഴ്സൺ അയാളിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അയാളുടെ ലൈഫ് ടൈമിൽ ആദ്യമായിട്ടാണ് ആ ഒരു ഓർഗാനിസം വന്ന് അയാളെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇതുവരെ അയാൾക്ക് ആ ഒരു അസുഖം വന്നിട്ടുണ്ടാവില്ല, ഫസ്റ്റ് ടൈമാണ് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനിഷ്യൽ ഇൻഫെക്ഷൻ വിത്ത് എ പാരസൈറ്റ് ഇൻ എ ഹോസ്റ്റ് ഇസ് ടേംഡ് ആസ് പ്രൈമറി ഇൻഫെക്ഷൻ. നമുക്ക് ആദ്യമായിട്ട് വരാണ് ആ ഒരു മൈക്രോബ് ആദ്യമായിട്ടാണ് നമ്മളുടെ ബോഡിയിൽ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. So primary infection is initial infection with a parasite in a host is termed as primary infection. Reinfection എന്താണ്? റീഇൻഫെക്ഷൻ ഒന്നും കൂടെ വരികയാണല്ലേ. അപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ നമുക്ക് പോയി, ഓക്കെ, ആ സെയിം പാരസൈറ്റ് അല്ലെങ്കിൽ ആ സെയിം മൈക്രോബ്സ് നമ്മൾ ഒന്നും കൂടെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റീഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ സബ്സിക്വൻറ്റ് ഇൻഫെക്ഷൻ ബൈ ദ സെയിം പാരസൈറ്റ് ഇൻ ദ ഹോസ്റ്റ് ആർ ടേംഡ് റീഇൻഫെക്ഷൻ. അപ്പോൾ പ്രൈമറി എന്ന് പറയുമ്പം ആദ്യമായിട്ട് നമുക്ക് ആ ഒരു മൈക്രോബ് കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻ. റീഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വീണ്ടും ഒരു വട്ടവും കൂടെ നമുക്ക് അതേ സെയിം ഓർഗാനിസം നമ്മളെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് റീഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ട്. ഒരു ന്യൂ പാരസൈറ്റ് അല്ലെങ്കിൽ ന്യൂ മൈക്രോബ് നമ്മളിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുകയാണ്. ബട്ട് ഓൾറെഡി നമുക്ക് എന്ത് കാണും? പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷസ് ഡിസീസ് അവിടെ കാണും. അപ്പം എനിക്ക് ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അത് കാരണം എൻ്റെ
റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ലോവർ ആയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് എനിക്ക് പുറത്തുനിന്ന് വേറൊരു ഇൻഫെക്ഷൻ വരികയാണ്. സോ അതിനെയാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ വെൻ എ ന്യൂ പാരസൈറ്റ് സെറ്റ് അപ്പ് ആൻ ഇൻഫെക്ഷൻ ഇൻ എ ഹോസ്റ്റ് whose resistance is lowered by pre-existing infectious disease and this is termed as secondary infection. ഇപ്പം എയ്ഡ്സ് അല്ലെങ്കിൽ HIV ഒക്കെ ഉള്ളവർക്ക് അവരുടെ ബോഡി ഓൾറെഡി ഇൻഫെക്റ്റ് ആയിട്ട് അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഇനി ഒരു ഫ്ലൂ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടീഷൻ വരുന്നത് എന്താണ്, ഒരു സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ്. കാരണം അവർക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻഫെക്ഷൻ കാരണം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ലോ ആയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ റെസിസ്റ്റൻസ് ലോവർ ആയിട്ടിരിക്കുകയാണ്. സോ അപ്പോൾ അവർക്ക് വേറെ വരുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഇൻഫെക്ഷൻ, റീ ഇൻഫെക്ഷൻ ആൻഡ് സെക്കൻഡറി ഇൻഫെക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രൈമറി എന്ന് പറയുമ്പം ആദ്യമായിട്ട് ആ ഒരു ഇൻഫെക്ഷൻ എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, അതിനെയാണ് പ്രൈമറി. വീണ്ടും അതേ മൈക്രോബ് തന്നെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ റീ ഇൻഫെക്ഷൻ. സെക്കൻഡറി എന്ന് പറയുമ്പം ഓൾറെഡി ഒരു കണ്ടീഷൻ കാരണം എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം ലോവർ ആയിട്ടിരിക്കുകയാണ്, അങ്ങനെ ഇരിക്കുന്ന എന്നെ വേറൊരു മൈക്രോബ് വന്ന് ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ പ്രൈമറി, റീ ഇൻഫെക്ഷൻ ആൻഡ് സെക്കൻഡറി ഇൻഫെക്ഷൻ, അതാണ് അടുത്തൊരു ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് ബേസ്ഡ് ഓൺ ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. എവിടാണ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്, എവിടാണ് ആ മൈക്രോബ് എൻട്രി ചെയ്തിട്ട് നമുക്ക് എവിടാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ലോക്കൽ ഇൻഫെക്ഷൻ. എന്താണ് ലോക്കൽ ഇൻഫെക്ഷൻ? ഫസ്റ്റ് വൺ ഈസ് ലോക്കൽ ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പം ലോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പം എവിടെ കൂടാണോ ആ മൈക്രോബ് എൻട്രി ചെയ്തത് ആ ഒരു ഏരിയയിൽ മാത്രമേ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നു. ഓക്കെ, സോ എ ലോക്കൽ ഇൻഫെക്ഷൻ ഈസ് കൺഫൈൻഡ് ടു എ സ്മോൾ ഏരിയ ഓഫ് ദ ബോഡി. ആ സ്മോൾ ഏരിയയിൽ ചിലപ്പോൾ എന്തായിരിക്കും, ആ ഓർഗാനിസം എൻട്രി ചെയ്ത ആ ഒരു ഏരിയയിലായിരിക്കും അവരെന്ത് ചെയ്യുക, ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. സോ എ ലോക്കൽ ഇൻഫെക്ഷൻ ഈസ് കൺഫൈൻഡ് ടു എ സ്മോൾ ഏരിയ ഓഫ് ദ ബോഡി ടിപ്പിക്കലി നിയർ ദ പോർട്ടൽ ഓഫ് ദ എൻട്രി. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ലോക്കൽ ഇൻഫെക്ഷൻ, അങ്ങനെ ഉണ്ടാക്കുന്നതിനെയാണ് ലോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. സ്റ്റെഫൈലോകോക്കസ് എന്ത് ചെയ്യും, ഓറിയസ് ഹെയർ ഫോളിക്കിളിനെ ഇൻഫെക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇൻഫെക്റ്റഡ് മേ റിസൾട്ട് ഇൻ അതെന്താവും, ബോയിൽ അറൌണ്ട് ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. എവിടാണോ ഇൻഫെക്റ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ മാത്രമേ ആ ഒരു ഇൻഫെക്ഷൻ കാണത്തുള്ളൂ. സോ അതിനെയാണ് ലോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ നമുക്ക് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ എന്നും പറയാം. So for example, a hair follicle infected by Staphylococcus aureus infection may result in the boil around the site of infection. So that is local infection. Local അല്ലെങ്കിൽ localized infection എന്ന് പറയാം. അതിൻ്റെ ജനറൽ ആയിട്ടുള്ള സിംറ്റംസ് അല്ലെങ്കിൽ സൈൻസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും. അതായത് ലൈക്ക് റെഡ്നെസ്സും സ്വെല്ലിങ്ങും വാംത്ത് അല്ലെങ്കിൽ പെയിൻ, പുരുലൻ ഡ്രെയിനേജ്, ഇതൊക്കെ ആയിരിക്കും അവരുടെ കോമൺ ആയിട്ടുള്ള സൈൻസ് വരുന്നത്. സൈൻ അല്ലെങ്കിൽ സിംറ്റം ആണ് ലോക്കൽ ഇൻഫെക്ഷനിൽ വരിക. ഇനി ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്തു ആൻഡ് ഇറ്റ് സ്പ്രെഡ് ഓൾ ഓവർ അവർ ബോഡി, നമ്മുടെ ബോഡി ഫുൾ അത് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുക. സിസ്റ്റമിക് ഇൻഫെക്ഷൻ. അപ്പോൾ അതിൻ്റെ സ്പ്രെഡ് ചെയ്യുന്ന അനുസരിച്ച് എവിടെയാണ് ഉണ്ടാക്കുന്നത്, ഇൻഫെക്ഷൻ ഏത് സൈറ്റിലാണ് ഉണ്ടാവുന്നതെന്ന് ബേസ് ചെയ്ത് ലോക്കൽ, അതായത് ആ എൻ്റർ ചെയ്ത ആ പോർഷനിൽ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്നു. സിസ്റ്റമിക് ഇൻഫെക്ഷൻ അതെന്താണ്, ത്രൂ ഔട്ട് ദ ബോഡി ഇൻഫെക്റ്റ് ചെയ്യുന്നു. അതാണ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. സോ വെൻ ആൻ ഇൻഫെക്ഷൻ ബിക്കം disseminated throughout the body, it is called the systemic infection. For example, infection from varicella zoster virus. അത് നമ്മളെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നു, മ്യൂക്കോസൽ മെംബ്രെയിൻ, ത്രൂ ദ മ്യൂക്കോസൽ മെംബ്രെയിൻ ഓഫ് അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം, ആൻഡ് ഇത് നമ്മുടെ ബോഡി ത്രൂ ഔട്ട് സ്പ്രെഡ് ആവും ആൻഡ് ഇറ്റ് കോസ് ക്ലാസിക് റെഡ് റാഷ്. അതായത് നമ്മളെ ചിക്കൻ പോക്സിൽ കാണുന്ന പോലത്തെ റെഡ് റാഷ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ അല്ലേ? സോ അതാണ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ലോക്കൽ ഇൻഫെക്ഷനുണ്ട്, സിസ്റ്റമിക് ഇൻഫെക്ഷനുണ്ട്, ബേസ്ഡ് ഓൺ ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, ലോക്കൽ എന്ന് പറയുമ്പം ആ എൻട്രി ചെയ്ത ആ ഏരിയയിൽ, ആ ഒരു പർട്ടിക്കുലർ സ്മോൾ ഏരിയയിൽ മാത്രം ഇൻഫെക്റ്റ് ചെയ്യുന്നു. സിസ്റ്റമിക് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ദ ബോഡി ഇൻഫെക്റ്റ് ചെയ്യുന്നു. അതിനെയാണ് സിസ്റ്റമിക് എന്ന് പറയുന്നത്. ആൻഡ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആണ് ദേ ക്യാൻ കോസ് ഫീവർ, ഇൻക്രീസ് ഹാർട്ട് ആൻഡ് റെസ്പിറേറ്ററി റേറ്റ്, ലെഥാർജി, മയേഴ്സ്, അനോറക്സിയ ആൻഡ് ടെൻഡർനെസ് ആൻഡ് എൻലാർജ്മെന്റ് ഓഫ് ലിംഫ് നോഡ്. അപ്പോൾ ഇതെല്ലാം എന്താണ്, സിസ്റ്റമിക് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആണ് അല്ലെങ്കിൽ സൈൻസ് ആണ്. അത് ഓർക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് ബേസ്ഡ് ഓൺ ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ, ലോക്കൽ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആൻഡ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. ഇനി അടുത്ത ടൈപ്പ് നോക്കാം, ഐട്രോജനിക് ഇൻഫെക്ഷൻ.
ആട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സർജറിയോ അല്ലെങ്കിൽ ഒരു തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അത് കാരണം നമ്മളുടെ ബോഡിയിലേക്ക് വരുന്ന ഇൻഫെക്ഷനാണ്. ഓക്കെ, സോ അത് ഫിസിഷ്യൻ ഇൻഡ്യൂസ്ഡ് ഇൻഫെക്ഷൻ ആയിരിക്കും, റിസൾട്ട് ഫ്രം ഇൻവെസ്റ്റിഗേറ്റീവ് തെറാപ്യൂട്ടിക് ഓർ അതർ പ്രൊസീജിയർ. അതിനെയാണ് നമ്മൾ ആട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ എഫക്റ്റ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് നമുക്ക് സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്ന അനുസരിച്ച് നമുക്ക് ഇൻഫെക്ഷനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഒന്ന് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് ഇൻഫെക്ഷൻ. ഈ ടേംസ് ഒക്കെ നന്നായിട്ട് നോക്കി വെച്ചേക്കണം കേട്ടോ. ക്ലിനിക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൽ യൂഷ്വൽ അവർ സിംറ്റംസ് കാണിക്കും. ആ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് നമ്മുടെ ബോഡി കാണിക്കും. അങ്ങനെയുള്ളതിനെയാണ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇൻഫെക്ഷൻ ദാറ്റ് കോസ് സിംറ്റംസ് സച്ച് ആസ് ഫീവർ, ഫാസ്റ്റ് ബ്രീത്തിങ് അല്ലെങ്കിൽ ബോഡി പെയിൻ, ഇങ്ങനത്തെ സിംറ്റംസ് കാണിക്കുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഇൻഫെക്ഷനെയാണ് അപ്പാരന്റ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സബ് ക്ലിനിക്കൽ അല്ലെങ്കിൽ ഇൻഅപ്പാരന്റ് ഇൻഫെക്ഷൻ ഉണ്ട്. സബ് ക്ലിനിക്കൽ അല്ലെങ്കിൽ ഇൻഅപ്പാരന്റ് എന്ന് പറയുമ്പോൾ അവരെന്തായിരിക്കും? ചെറിയ സിംറ്റംസോ അല്ലെങ്കിൽ സിംറ്റംസേ കാണില്ല, ചെറിയതായിട്ടുള്ള സിംറ്റംസ്, ഫ്യൂ ഓർ നോ സിംറ്റംസ് ആയിരിക്കും ഈ ഇൻഫെക്ഷൻ കാണിക്കുന്നത്. ആൻഡ് ഇൻഫെക്ഷൻ ദാറ്റ് ആർ ഓൾസോ നോൺ ആസ് സബ് ക്ലിനിക്കൽ ഓർ കാരിയർ സ്റ്റേറ്റ് എന്ന് പറയും. അത് നമ്മുടെ ബോഡിയിൽ ആ ഇൻഫെക്ഷൻ ഉണ്ടെന്നേ ഉള്ളൂ, ദേ ഡു നോട്ട് ഷോ എനി സിംറ്റംസ്. ഓക്കെ, അല്ലെങ്കിൽ ദേ ഷോ ഓൺലി ഫീവർ സിംറ്റംസ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സബ് ക്ലിനിക്കൽ ഇൻഅപ്പാരന്റ് അല്ലെങ്കിൽ കാരിയർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻ ഉണ്ട്. അറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടിപ്പിക്കലായിട്ട് ഒരു ഡിസീസിന് കാണിക്കുന്ന കുറച്ച് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ കാണിക്കില്ലേ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുമല്ലോ, അത് കാണിക്കില്ല. ഇവിടെ എന്ത് കാണിക്കില്ല? അത് കാണിക്കില്ല. സോ അങ്ങനെയുള്ളവരെ നമ്മൾ അറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയും. Okay, so the typical or characteristic clinical manifestations of the particular infection disease are not present, then that type of infection is known as atypical infection. Okay അല്ലേ? So clinical അല്ലെങ്കിൽ apparent infection എന്ന് പറയുമ്പോൾ they show symptoms or signs, and subclinical അല്ലെങ്കിൽ inapparent അല്ലെങ്കിൽ carrier state എന്ന് പറയുന്നത് എന്താണ്? They show only a few or no symptoms. Atypical എന്ന് പറയുമ്പോൾ they do not show a typical symptoms of a particular disease. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ അറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. അതാണ് 3 രീതിയിൽ നമ്മൾ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി 2 എണ്ണം അല്ലാതെ നമുക്ക് വരുന്ന 2 ടേമാണ് ലേറ്റന്റ് ഇൻഫെക്ഷൻ. ലേറ്റന്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഈ എൻ്റെ ബോഡിയിൽ ഒരു പാത്തോജൻ അല്ലെങ്കിൽ മൈക്രോബ് കയറി എന്നെ ഇൻഫെക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഇത് എന്ത് ചെയ്യുന്നു, നമ്മളിപ്പോൾ മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ കംപ്ലീറ്റ്ലി അത് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ മൈക്രോബ് കംപ്ലീറ്റ്ലി ലോസ് ആവണ്ടല്ലേ. ഇവിടെ പക്ഷേ ആ മൈക്രോബ് എൻ്റെ ടിഷ്യൂവിൽ അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ റിമൈൻ ചെയ്യും. അത് ഹിഡൻ ഫോമിലായിരിക്കും അല്ലെങ്കിൽ ഇനാക്റ്റീവ് ഫോമിലായിരിക്കും കിടക്കുന്നത്. Okay, so some parasite following infection may remain in the tissue in a latent or hidden form, proliferating and producing clinical disease when the host resistance is lowered. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഓൾറെഡി ആ പാരസൈറ്റ് എൻ്റർ ചെയ്തു, എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായി, ഞാൻ മരുന്നൊക്കെ കഴിച്ച് ആ ഇൻഫെക്ഷനൊക്കെ മാറ്റി, സിംറ്റംസ് എല്ലാം പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കംപ്ലീറ്റ്ലി ആ മൈക്രോബ് എല്ലാം എൻ്റെ ബോഡിയിൽ നിന്ന് പോയി എന്ന് കരുതി ഞാൻ ഇരിക്കുകയാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? ആ മൈക്രോബ് അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അത് ഒളിച്ച് അവിടെ ഇരുന്നിട്ട് എൻ്റെ ഇമ്മ്യൂണിറ്റി ഒന്ന് കുറഞ്ഞ സമയത്ത് അതെന്ത് ചെയ്യും? തലവെക്കും. ഓക്കെ, ആ സിംറ്റംസ് എനിക്ക് പിന്നെയും വരും. സോ ദിസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ് ലേറ്റന്റ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് പനി വരുന്നു അല്ലെങ്കിൽ എനിക്ക് അസുഖം വരുന്നു, അസുഖത്തിൻ്റെ മൈക്രോബ്സ് എൻ്റെ ബോഡിയിൽ ഇരുന്നു, ഞാൻ മെഡിസിൻ കഴിച്ചു, സിംറ്റംസ് എല്ലാം പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പനി മാറി, കംപ്ലീറ്റ് മാറി, മൈക്രോബ് എല്ലാം പോയി എന്ന് കരുതി ഇരിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് എൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ ഹോസ്റ്റ് റെസിസ്റ്റൻസ് ഒന്ന് ലോവർ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഇത് തലപൊക്കും, പ്രോലിഫറേറ്റ് ചെയ്ത് ഗ്രോ ചെയ്ത് എനിക്ക് സിംറ്റംസ് വീണ്ടും കാണിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഈസ് നോൺ ആസ് ലേറ്റന്റ് ഇൻഫെക്ഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ആ ടേം ക്ലിയർ ആണല്ലോ? ഇതിൻ്റെയൊക്കെ ഇങ്ങനത്തെ ടേംസിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അടുത്തതാണ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ ക്രോസ് ആവുകയാണ്. എങ്ങനെ ക്രോസ് ആവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഓൾറെഡി എനിക്ക് പനി വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ എനിക്കൊരു അസുഖം വന്നിരിക്കുകയാണ്, ആ ഇരിക്കുന്ന എനിക്ക് പിന്നെയും വേറൊരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ക്രോസ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുക. സോ വെൻ in a patient already suffering from a disease, a new infection is set up from another host or another external source, then it is termed as cross infection. Okay,
അപ്പോൾ എനിക്ക് പനി പിടിച്ച് ഞാൻ ഇരിക്കുകയാണ്, അതിൻ്റെ കൂടെ എനിക്ക് വേറെ എന്തെങ്കിലും ഒരു അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമുക്ക് ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. നോസോകോമിയൽ ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ വെച്ചിട്ട്, അതായത് ഹോസ്പിറ്റലിൽ കാരണം നമ്മളവിടെ ഒരു ഇൻഫെക്ഷൻ വന്ന് കിടക്കുകയാണ്, അതിനോടൊപ്പം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ എനിക്ക് എന്ത് ചെയ്യുകയാണ്, വേറൊരു ഇൻഫെക്ഷൻ, ഇപ്പം നമ്മൾ സർജറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് എനിക്കൊരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനും കൂടെ വരുന്നു എന്ന് വെച്ചോ, ഇറ്റ് ഈസ് എ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഓക്കെ, സോ അങ്ങനെ അതിനെയാണ് നമ്മൾ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരെണ്ണം പുതിയതും കൂടെ വന്നു. ദാറ്റ് ഈസ് ക്രോസ് ഇൻഫെക്ഷൻ. So when a patient already suffering from a disease, a new infection is set up from another host, വേറൊരാളിൽ നിന്നോ അല്ലെങ്കിൽ from another external sources, it is called cross infection. Cross infection occurring in hospitals are known as nosocomial infection. അപ്പോൾ ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ദെയർ ടേംസ്. ആ ടേംസ് ഡെഫിനിഷൻസ് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇൻഫെക്ഷനെ എക്സോജിനസ് എൻഡോജിനസ് ഇൻഫെക്ഷൻ എന്നുള്ള 2 ടേം പഠിച്ചിരുന്നു. എക്സോജിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതാണ്. എൻഡോജിനസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള മൈക്രോഫ്ലോറയിൽ ചേഞ്ചസ് വന്നിട്ട് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്. പിന്നെ പ്രൈമറി റീ ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ. പ്രൈമറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആദ്യമായിട്ട് എനിക്ക് ആ ഒരു ഓർഗാനിസം കാരണം അല്ലെങ്കിൽ ആ പാരസൈറ്റ് അല്ലെങ്കിൽ പാത്തോജൻ കാരണം എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനാണ് പ്രൈമറി. ഇൻഫെക്ഷനൊക്കെ മാറി ഞാൻ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് അതേ സെയിം പാത്തോജൻ എന്നെ ഒന്നും കൂടെ ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റീ ഇൻഫെക്ഷൻ. ഇനി എനിക്ക് ഓൾറെഡി ഒരു ഇൻഫെക്ഷൻ കാരണം എൻ്റെ സിസ്റ്റം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ലോവറായിട്ടിരിക്കുകയാണ്, എൻ്റെ ആക്ഷൻ ലോവറായിട്ടിരിക്കുകയാണ്, ആ സമയത്ത് താണ്ടേ ഒരു ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിനെയാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അത് 3 ടൈപ്പാണ്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് റീ ഇൻഫെക്ഷൻ. അത് കഴിഞ്ഞ് വരുന്നതാണ് സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ, ലോക്കൽ. ആ കയറുന്ന എൻട്രി പോയിന്റ് അവിടെ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു. പിന്നെ സിസ്റ്റമിക്, ത്രൂ ഔട്ട് ദ ബോഡി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നു, അതാണ് സിസ്റ്റമിക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ് കുറച്ച് ടേംസ്, ഹൈഡ്രോജനിക് ഇൻഫെക്ഷൻ. ഇറ്റ് ഇസ് ത്രൂ ഫിസിഷ്യൻ്റെ എന്തെങ്കിലും ഒരു അതായത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് വഴിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുന്ന ഇൻഫെക്ഷനാണ് ഹൈഡ്രോജനിക് ഇൻഫെക്ഷൻ. പിന്നെ നമ്മൾ പഠിച്ചതാണ് ക്ലിനിക്കൽ എഫക്റ്റ് അനുസരിച്ച് ക്ലിനിക്കൽ അല്ലെങ്കിൽ അപ്പാരൻറ്റ്, സബ് ക്ലിനിക്കൽ അല്ലെങ്കിൽ ഇൻഅപ്പാരൻറ്റ്. ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ ദേ ഷോ സിംറ്റംസ്, സബ് ക്ലിനിക്കൽ ഒന്നെങ്കിൽ ഫ്യൂ സിംറ്റംസ് അല്ലെങ്കിൽ നോ സിംറ്റംസ്. പിന്നെ അറ്റിപ്പിക്കൽ എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ സിംറ്റംസ് ആയിരിക്കില്ല ഷോ ചെയ്യുന്നത്. പിന്നെ ലേറ്റന്റ് ഇൻഫെക്ഷൻ. ലേറ്റന്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഒളിഞ്ഞിടക്കായിരുന്നല്ലേ, ഒളിഞ്ഞിടക്കാണ് ഇന്ന് ഇൻഫെക്ഷൻ. പിന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കുറഞ്ഞപ്പോൾ അത് ചാടി വന്നു, അങ്ങനെയുള്ളവരെ ലേറ്റന്റ് ഇൻഫെക്ഷൻ. അത് കഴിഞ്ഞ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇൻഫെക്റ്റ് ആയിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്, ആ സിംറ്റംസ് ഒക്കെ കാണിച്ചിരിക്കുന്ന സമയത്ത് വേറൊരു സിംറ്റം അല്ലെങ്കിൽ വേറൊരു ഇൻഫെക്ഷനും കൂടെ എനിക്ക് വരികയാണെങ്കിൽ അതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ ഇല്ലേ, എന്താ അത്? സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ. ഇനി നമുക്ക് സോഴ്സസും കൂടെ പഠിക്കാം. ഏതൊക്കെയാണ് നമ്മളെ ഹ്യൂമൻസിൽ ഇൻഫെക്ഷന് കാരണമായിട്ടുള്ള സോഴ്സസ്? സോ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻ. ഓക്കെ, സോ പാരസൈറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്കൊരു ഡയറക്റ്റ് ഒരു പേഷ്യൻറ്റിൽ നിന്ന്, ഓൾറെഡി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വരാം. ഓക്കെ, അതിനെയാണ് അപ്പം പേഷ്യൻ്റ് അല്ലെങ്കിൽ ഒരു കാരിയർ അങ്ങനത്തെ ഒരു പേഴ്സൺ അവിടെ ഉണ്ടായിരിക്കും, അയാളുടെ ബോഡിയിൽ എന്ത് കാണും? ആ ഇൻഫെക്ഷൻ കാണും. സോ അങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് വരാം. ഓക്കെ, സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഹ്യൂമൻ സോഴ്സസ്. ഹ്യൂമൻ സോഴ്സസ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഹ്യൂമൻ സോഴ്സസ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ്റെ സോഴ്സസ് ആണ്, അതായത് മനുഷ്യന്മാർ തന്നെ ഇൻഫെക്ഷൻ്റെ സോഴ്സസ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സോ പാരസൈറ്റ് മേ ഒറിജിനേറ്റ് ഫ്രം എ പേഷ്യൻറ്റ് ഓർ എ കാരിയർ. ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ കാരിയർ എന്ന് പറയുമ്പം അയാളുടെ ബോഡിയിൽ ആ മൈക്രോബ് കാണും, ബട്ട് അയാൾക്ക് എന്ത് കാണില്ല? സിംറ്റംസ് കാണില്ല. ഇപ്പം എൻ്റെ ബോഡിയിൽ ഒരു മൈക്രോബ് എൻ്റർ ചെയ്തിരിക്കുകയാണ്, ബട്ട് എനിക്ക് ആ മൈക്രോബിൻ്റെ ഒരു ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ഒന്നും എൻ്റെ ബോഡിയിൽ കാണിക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിക്കും, എനിക്ക് പനിയൊന്നും ഇല്ല, എനിക്കൊന്നുമില്ല. ഞാൻ എന്നിട്ട് ഒരാളെ കാണാൻ പോവുകയാണ് അല്ലെങ്കിൽ ഞാനൊരു ഫ്രണ്ടുമായിട്ട് സംസാരിക്കുമ്പോൾ ആക്ച്വലി എൻ്റെ ബോഡിയിൽ ആ മൈക്രോബ് ഉണ്ടായിരുന്നു, ബട്ട് അത് സിംറ്റം കാണിക്കാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എനിക്കില്ല എന്ന്. ഞാൻ ചെന്ന് മറ്റേ ആളുമായിട്ട് സംസാരിക്കുമ്പം അയാളിലേക്ക് ഇത് സ്പ്രെഡ് ആവും. അപ്പം ഞാൻ എന്താണ്? ഞാനൊരു കാരിയറാണ്, ഞാൻ കൊണ്ട് നടക്കുകയാണ് ഈ മൈക്രോബിനെ. ക്ലിയർ ആണല്ലോ? സോ അതിനെയാണ് കാരിയർ എന്ന് പറയുന്നത്. കൊണ്ട് നടക്കുകയാണ്, മൈക്രോബ്സിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് കാരിയർ. എന്നുവെച്ചാൽ നോർമൽ നമുക്കുണ്ട് മൈക്രോഫ്ലോറ, ഇതെന്താണ്? പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം എൻ്റെ ബോഡിയിൽ എൻ്റർ ചെയ്ത് അവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്, എനിക്ക് സിംറ്റംസ് ഒന്നും കാണിക്കാതെ.
പക്ഷേ ഞാൻ ചെന്ന് വേറൊരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ മൈക്രോബ്സ് പതുക്കെ അയാളുടെ ബോഡിയിൽ ചെന്നിട്ട് അയാൾക്ക് എന്താക്കും, ഇൻഫെക്ഷൻ ആക്കും. സോ ഇതിനെയാണ് കാരിയർ എന്ന് വിളിക്കുന്നത്. ഞാനപ്പോൾ ഒരു കാരിയറാണ്. So carrier is a person who harbor the pathogenic microorganism without suffering from any ill effect because of it. ഓക്കെ, ഇനി ഈ കാരിയറിനെ ബേസ് ചെയ്ത് നമുക്ക് കാരിയറിനെ അത് കുറേ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹെൽത്തി കാരിയർ. ഹെൽത്തി കാരിയർ എന്ന് പറയുമ്പം ആ പാത്തജൻ എൻ്റെ ബോഡിയിലുണ്ട്. ഓക്കെ, പക്ഷെ എനിക്ക് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. സോ അങ്ങനെയുള്ള കാരിയറിനെയാണ് ഹെൽത്തി കാരിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ ടേംസ് എല്ലാം പഠിച്ചു വെച്ചിരിക്കണേ. എല്ലാം ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി കാരിയർ. ഹെൽത്തി കാരിയർ ഈസ് വൺ ഹു ഹാർബർ ദ പാത്തജൻ ബട്ട് ഹാസ് നെവർ സഫേർഡ് ഫ്രം ദ ഡിസീസ് കോസ്ഡ് ബൈ ദാറ്റ് പാത്തജൻ. ആ പാത്തജൻ ഉണ്ടാക്കിയ ആ ഡിസീസ് ഇതുവരെ എനിക്ക് വന്നിട്ടും ഇല്ല, പക്ഷേ ബട്ട് എൻ്റെ ബോഡിയിൽ ആ പാത്തജൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെയാണ് ഹെൽത്തി കാരിയർ എന്ന് പറയാം. ഇനി കോൺവലസെൻറ്റ് കാരിയർ ഉണ്ട്. കോൺവലസെൻറ്റ് കാരിയർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി എനിക്ക് ഇൻഫെക്ഷൻ വന്ന് എനിക്ക് സിംറ്റംസ് ഒക്കെ കഴിഞ്ഞു, ഞാൻ അതിൽ നിന്ന് റിക്കവർ ചെയ്തു. ഓക്കെ, പക്ഷേ ആ പാത്തജൻ എൻ്റെ ബോഡിയിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് കോൺവലസെൻറ്റ് കാരിയർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഹെൽത്തി കാരിയർ ഉണ്ട്, കോൺവലസെൻറ്റ് കാരിയർ ഉണ്ട്. കോൺവലസെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർ ക്യാരി ചെയ്യുകയാണ്. എനിക്ക് ഇൻഫെക്ഷൻ വന്നു, എൻ്റെ സിംറ്റംസ് എല്ലാം മാറി, ഞാൻ റിക്കവർ ചെയ്തു, ബട്ട് ദ പാത്തജൻ കണ്ടിന്യൂ ടു ഹാർബർ മൈ ബോഡി. അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് കോൺവലസെൻറ്റ് കാരിയർ. ഓക്കെ അല്ലേ? അപ്പോൾ ഹ്യൂമൻ ആണ് ഫസ്റ്റ് സോഴ്സ്. ഹ്യൂമനെ നമ്മൾ കാരിയർ എന്ന് വിളിക്കും. സോ കാരിയർ അല്ലെങ്കിൽ പേഷ്യൻറ്റ്, ഡയറക്റ്റ് പേഷ്യൻറ്റിൽ നിന്ന് വരാം. ഒരു പനിയുള്ള ആൾ ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ആ പനി എനിക്ക് സ്പ്രെഡ് ആവാം. സോ പേഷ്യൻറ്റിൽ നിന്ന് വരാം, കാരിയറിൽ നിന്ന് വരാം. കാരിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മൈക്രോബ്സ് ബോഡിയിൽ ഉണ്ടാവും, ബട്ട് ദാറ്റ് പേഴ്സൺ ഡു നോട്ട് ഷോ എനി സിംറ്റംസ്. ഓക്കെ, അതിൽ തന്നെ ഹെൽത്തി കാരിയർ. ഹെൽത്തി കാരിയർ എന്ന് പറയുമ്പം എനിക്ക് ഇതുവരെ ആ മൈക്രോബിൻ്റെ ഒരു ഇൻഫെക്ഷനും എനിക്ക് ഇതുവരെ വന്നിട്ടേ ഇല്ല, ബട്ട് ആ മൈക്രോബ് എൻ്റെ ബോഡിയിലുണ്ട്. അങ്ങനെയുള്ളതിനെ ഹെൽത്തി കാരിയർ. എനിക്ക് ഇൻഫെക്ഷൻ വന്നു, അത് കംപ്ലീറ്റ്ലി മാറി, ബട്ട് ആ മൈക്രോബ് എൻ്റെ ബോഡിയിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതാണ് കോൺവാലസെൻറ്റ് കാരിയർ. ഓക്കെ, ടേംസ് പഠിച്ചോണേ. ഇനി ഡിപ്പെൻഡ് ഓൺ ദ ക്യാരേജ്, എത്ര നാൾ ഇതിനെ കൊണ്ട് നടക്കുന്നു എന്നതിൻ്റെ ബേസിസിൽ കാരിയേഴ്സിനെ നമുക്ക് മെയിനായിട്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ടെമ്പററി ആൻഡ് ക്രോണിക്. ടെമ്പററി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും 6 months, അതായത് 6 monthsനേക്കാളും കുറവായിരിക്കും എൻ്റെ ബോഡിയിൽ ആ മൈക്രോബ് അല്ലെങ്കിൽ ആ പാത്തജൻ്റെ പ്രസൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ടെമ്പററി കാരിയർ എന്ന് വിളിക്കാം. സോ ടെമ്പററി കാരിയർ ലാസ്റ്റ് ലെസ് ദാൻ 6 months. ക്രോണിക് കാരിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എൻ്റെ ഒരു 4-7 years അല്ലെങ്കിൽ എൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫിലും ആ മൈക്രോബ് എൻ്റെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് ക്രോണിക് കാരിയർ എന്ന് വിളിക്കുന്നത്. ഇനി കോണ്ടാക്ട് കാരിയർ ഉണ്ട്. ഇറ്റ് ഈസ് എ പേഴ്സൺ ഹു അക്യൂർഡ് ദാറ്റ് പാത്തജൻ ഫ്രം എ പേഷ്യൻറ്റ്. പേഷ്യൻ്റ് ആയിട്ട് ഞാൻ കോണ്ടാക്റ്റിൽ വന്നു, എന്നിട്ട് എൻ്റെ ബോഡിയിലേക്ക് ആ മൈക്രോബ് വന്നു. ഓക്കെ, എന്നിട്ട് ചിലപ്പോൾ എനിക്ക് സിംറ്റം കാണിച്ചില്ല, ഇത് എൻ്റെ ബോഡിയിൽ തന്നെ നിലനിൽക്കുകയാണ്. ബട്ട് ചിലപ്പോൾ എനിക്ക് സിംറ്റം കാണിച്ചു, ഞാൻ ഇൻഫെക്ഷൻ കഴിഞ്ഞു, ഞാൻ റിക്കവറായി, ബട്ട് എന്നിട്ടും ആ മൈക്രോബ് എൻ്റെ ബോഡിയിൽ തന്നെ കിടക്കാണ്. സോ ഐ ഗോട്ട് ദാറ്റ് മൈക്രോബ് അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഫ്രം എ പേഷ്യൻറ്റ്, ദെൻ അതിനെയാണ് നമ്മൾ കോണ്ടാക്ട് കാരിയർ എന്ന് പറയുന്നത്. ഞാനൊരു കാരിയറാണ്, ബട്ട് എനിക്ക് കിട്ടിയത് ഒരു പേഷ്യൻറ്റിൽ നിന്നാണെങ്കിൽ അതാണ് കോണ്ടാക്ട് കാരിയർ. സോ കോണ്ടാക്ട് കാരിയർ, പേഷ്യൻറ്റ് ഹൂ അക്യൂർഡ് ദ പാത്തജൻ ഫ്രം എ പേഷ്യൻറ്റ്, പേഴ്സൺ ഹൂ അക്യൂർഡ് പാത്തജൻ ഫ്രം എ പേഷ്യൻറ്റ്. ഇനി പാരഡോക്സിക്കൽ കാരിയർ ഉണ്ട്. ഈ പാത്തജൻസിനെ വേറൊരു കാരിയർ, ഞാനും ഒരു കാരിയറാണ്, ഞാൻ എന്നിൽ നിന്നുള്ള പാത്തജനെ ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു, ബട്ട് അയാൾക്ക് ഇൻഫെക്ഷൻ വന്നു പോയി, ബട്ട് അയാളുടെ ബോഡിയിൽ ആ പാത്തജൻ ഉണ്ടായി. അല്ലെങ്കിൽ അയാൾക്ക് ഇൻഫെക്ഷൻ വന്നില്ല, ആ ബോഡിയിൽ ആ പാത്തജൻ കിടക്കുകയാണ്. സോ ഹീ ബിക്കം എ കാരിയർ, ഞാൻ അയാൾക്ക് കാരിയർ ആക്കാൻ പാത്തജനെ കൊടുത്തു. സോ അങ്ങനെയുള്ളവരെ നമുക്ക് പാരഡോക്സിക്കൽ കാരിയർ എന്ന് പറയാം. സോ ആ കാരിയർ എന്താണ്? അയാൾക്ക് എവിടെ നിന്നാണ് പാത്തജനെ കിട്ടിയ? വേറൊരു കാരിയറിൽ നിന്നാണ്. കോണ്ടാക്ട് കാരിയറിന് എവിടെ നിന്നാണ് കിട്ടിയ? പേഷ്യൻ്റിൽ നിന്ന് കിട്ടി. ക്രോണിക് കാരിയർ എന്ന് വെച്ചാൽ എന്താ? ലൈഫ് ലോങ് കാരിയർ ആയിട്ടിരിക്കാം. ടെമ്പററി ആണെങ്കിൽ എന്താണ്? ലെസ് ദാൻ 6 months ആ മൈക്രോബ് ബോഡിയിൽ കാണുള്ളൂ. സോ അപ്പോൾ അതാണ് ഹ്യൂമൻ കാരിയർ ആയിട്ട് വരുന്നത് അതാണ് കേട്ടോ, അല്ലെങ്കിൽ സോഴ്സ് ആയിട്ട് വരുന്നത് അതാണ്. സോ ഹ്യൂമൻ പാരസൈറ്റ് മൈ ഒറിജിനേറ്റ് ഫ്രം ദ പേഷ്യൻറ്റ് ഓർ ഫ്രം എ കാരിയർ. കാരിയർ എന്ന് പറയുന്നത് എന്താണ്? ആ പാത്തജനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. മേ ബി അയാൾക്ക് സിംറ്റംസ് കാണിക്കുന്നുണ്ടാവില്ല. ഹെൽത്തി കാരിയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ പേഷ്യൻറ്റിന് ഇതുവരെ അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിന് ഇതുവരെ ആ ഒരു പാത്തജൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ടേ ഇല്ല, ബട്ട് ഹീ ഹാസ് ദാറ്റ് കാരിയർ ഇൻ ഹിസ് ബോഡി. കോൺവാലസെൻറ്റ് കാരിയർ എന്ന് വെച്ചാൽ എന്താണ്?
റിക്കവർ ചെയ്തു, ഇൻഫെക്ഷൻ കാരണം റിക്കവറൊക്കെ ചെയ്ത് കഴിഞ്ഞു, ബട്ട് ആ പാത്തജൻ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അതാണ് കോൺവാലസെന്റ് കാരിയർ എന്ന് പറയുന്നത്. ഇനി ഡിപ്പെൻഡ് ഓൺ ദ ടൈം, ടെമ്പററി ആൻഡ് ക്രോണിക് ഉണ്ട്. ടെമ്പററി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 6 months ലാസ്റ്റ് ചെയ്യും. ക്രോണിക് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഫോർ സെവറൽ ഇയേഴ്സ് ഓർ ഫോർ ദ ലൈഫ് ടൈം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് കോണ്ടാക്ട് കാരിയർ ഉണ്ട്. ഫ്രം എ പേഷ്യൻ്റ് എനിക്ക് ആ മൈക്രോബ് കിട്ടുകയാണ് ആൻഡ് ദെൻ ഐ ബിക്കം എ കാരിയർ, അതാണ് കോണ്ടാക്ട് കാരിയർ. പാരഡോക്സിക്കൽ കാരിയർ എന്ന് പറയുമ്പോൾ ഐ ഗോട്ട് ദാറ്റ് പാത്തജൻ ഫ്രം അനദർ കാരിയർ, ഒരു കാരിയറിൽ നിന്ന് എനിക്ക് ആ പാത്തജനെ കിട്ടിയെങ്കിൽ അതാണ് പാരഡോക്സിക്കൽ കാരിയർ. ഓക്കെ അല്ലേ? ആ ടേംസിൻ്റെ ഡെഫിനിഷൻസ് നന്നായിട്ട് പഠിച്ചോളൂ. അപ്പോൾ അതാണ് ഹ്യൂമൻ സോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആനിമൽ സോഴ്സ്. അനിമലും മൈക്രോബ്സിൻ്റെ അല്ലെങ്കിൽ പാത്തജൻസിൻ്റെ ഒരു സോഴ്സ് ആവാറുണ്ട്. അപ്പോൾ ഈ അനിമൽ സോഴ്സസിനെ അല്ലെങ്കിൽ ബയോളജിക്കൽ സോഴ്സസിനെ നമ്മൾ റിസർവോയർ ഹോസ്റ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, കാരണം ഈ മൈക്രോബ്സ് എന്ത് ചെയ്യും, ഈ അനിമലിൻ്റെ ബോഡിയിൽ അവിടെ അങ്ങ് നിൽക്കും, എന്നിട്ട് ഈ അനിമലിൽ നിന്നായിരിക്കും നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ വരുന്നത്. So this animal serves to maintain the parasite in nature and act as a reservoir of human infection. So animals are known as reservoir host of that pathogen. And infection in animals may be asymptomatic. Animalsil അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നുണ്ടാവില്ല, ബട്ട് അത് നമ്മുടെ ബോഡിയിലേക്ക് വരുമ്പോൾ നമുക്ക് സിംറ്റംസ് വരും. Okay, so animals, reservoir host, infection in animals may be asymptomatic. Animal serves to maintain the parasite in the nature and act as a reservoir for human infection. ഇനി ഇങ്ങനെ അനിമൽസിൽ നിന്ന് ഹ്യൂമനിലേക്ക് ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ലേ, ആ അനിമൽസിനെ നമ്മൾ സൂനോസസ് എന്നാണ് വിളിക്കുക. സോ ഇൻഫെക്ഷ്യസ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം അനിമൽ ടു ഹ്യൂമൻ ആർ നോൺ ആസ് സൂനോസസ്. സോ ദ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം അനിമൽ ടു ഹ്യൂമൻ ആർ നോൺ ആസ് സൂനോസസ്. സൂനോസസിൻ്റെ ടേം ഡെഫിനിഷൻ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇങ്ങനത്തെ ടേംസിൻ്റെ ഡെഫിനിഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ റിസർവോയർ ഹോസ്റ്റ് എന്ന് പറയും അനിമൽസിനെ, ബിക്കോസ് അവർ ഒരു റിസർവോയർ പോലാണ്, ഹോസ്റ്റ് ആ പാത്തജൻസിൻ്റെ ഒരു റിസർവോയർ പോലാണ് അനിമൽസ് കാണുന്നത്. ഓക്കെ, ഇനി സൂനോട്ടിക് ഡിസീസസിന് എക്സാമ്പിളാണ്, ബാക്ടീരിയയ്ക്ക് എക്സാമ്പിളാണ്. അതായത് പ്ലേഗ് ഇല്ലേ, റാറ്റിനുള്ളിൽ അത് പ്ലേഗ് കാണും, വിച്ച് ഈസ് എ ബാക്ടീരിയൽ ആയിട്ടുള്ളൊരു ഇൻഫെക്ഷനാണ്. പിന്നെ ഡോഗിൽ റാബിസ് വരുന്നത് അത് വൈറൽ ഇൻഫെക്ഷനാണ്. പിന്നെ കാറ്റിൽ തന്നെ ടോക്സോപ്ലാസ്മോസിസ് വരാറുണ്ട്, അതൊരു പ്രോട്ടോസോവൻ ഇൻഫെക്ഷനാണ്. ഇനി ഡോഗിൽ തന്നെ ഹൈഡറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത് ഹെൽമിന്തിക് അല്ലെങ്കിൽ ഹെൽമിന്തസ് കോസ് ചെയ്യുന്ന ഒരു ഇൻഫെക്ഷനാണ്. സോ അത് അതിനൊരു എക്സാമ്പിളാണ്, സൂനോസിന് എക്സാമ്പിളാണ്. പിന്നെ സൂഫിലിക് ഡെർമാറ്റോഫൈറ്റ്സ്, അതായത് ഒരു ഫംഗസ് ആണ് വിച്ച് കോസ് ഇൻഫെക്ഷൻ ആൻഡ് അത് കാറ്റ്സിലും ഡോഗ്സിലുമാണ് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് നമ്മൾക്ക് ഈ ഡിസീസസ് സ്പ്രെഡ് ആക്കും അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ അതാണ് സൂനോട്ടിക് അല്ലെങ്കിൽ ആനിമൽ സോഴ്സസ് എന്ന് പറയുന്നത്. സോ ആനിമൽ സോഴ്സസ് ഈസ് ഓൾസോ നോൺ ആസ് റിസർവോയർ ഹോസ്റ്റ്, ആൻഡ് കാരണം അത് ഒരു റിസർവോയർ പോലെ ആക്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽ ടു ഹ്യൂമനാണ് സൂനോസിസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്, പ്ലേഗ് ഫ്രം റാറ്റ്, റാബിസ് ഫ്രം ഡോഗ്, ടോക്സോപ്ലാസ്മോസിസ് ഫ്രം കാറ്റ്, ഹൈഡറ്റഡ് ഡിസീസ് ഫ്രം ഡോഗ്, സൂഫിലിക് ഡെർമറ്റോഫൈറ്റ് ഫ്രം കാറ്റ്സ് ആൻഡ് ഡോഗ്. ഇതൊക്കെ നമുക്ക് അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഡിസീസസിന് എക്സാമ്പിളാണ്, സൂനോസിന് എക്സാമ്പിളാണ്. അപ്പോൾ അത് പ്ലേഗ് എന്ന് പറയുന്നത് ബാക്ടീരിയൽ ഒരു ഇൻഫെക്ഷനാണ്, റാബിസിസ് വൈറൽ ഇൻഫെക്ഷൻ, ടോക്സോപ്ലാസ്മോസിസ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ ഇൻഫെക്ഷനാണ്, ഹൈഡറ്റഡ് എന്ന് പറയുന്ന ഒരു ഹെൽമിന്തസ് ഇൻഫെക്ഷനാണ്, സൂനോട്ടിക് ഡെർമാറ്റോഫൈറ്റ് എന്ന് പറയുന്നത് സൂഫിലിക് ഡെർമാറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനാണ്. എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വെച്ചോളൂ. നെക്സ്റ്റ് വൺ ഈസ് ഇൻസെക്ട്. ഇൻസെക്ട് ഇൻഫെക്ഷനാണ് അല്ലെങ്കിൽ ഇൻസെക്ട് സോഴ്സ് ആയിട്ട് വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. സോ ബ്ലഡ് സക്കിങ് ആൻഡ് നോൺ ബ്ലഡ് സക്കിങ് ആയിട്ടുള്ള ഇൻസെക്ട്സും നമുക്ക് പാത്തജൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ദ ഡിസീസ് സോ കോൾഡ് ആർ ആർത്രോപോഡ് ബോൺ ഡിസീസ്. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് ആർത്രോപോഡ്സ് എന്നാണ് നമ്മൾ പറയാം കേട്ടോ. അവർ ആർത്രോപോഡ് ക്ലാസ്സിനുള്ളിലാണ്, ഡിവിഷനുള്ളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആർത്രോപോഡ് ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഇൻസെക്ട് ബോൺ ഡിസീസസ് എന്ന് പറയാം. അതിൽ മെയിനായിട്ട് എക്സാമ്പിളാണ് മോസ്കിറ്റോസ്, ടിക്സ്, മൈറ്റ്സ്, ഫ്ലീസ്, ഫ്ലൈസ് ആൻഡ് ലൈസ്. ഇതെല്ലാം ഇൻസെക്ട്സ് വിച്ച് കോസ് ഇൻഫെക്ഷൻ ആണ് അല്ലെങ്കിൽ ഡിസീസസ് ആണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന ഈ ഇൻസെക്ട്സിനെ നമ്മൾ വെക്ടേഴ്സ് എന്നാണ് പറയുക. എന്താണെന്ന് പറയുക? വെക്ടേഴ്സ്. ദേ ആർ വെക്ടേഴ്സ്, ദേ ക്യാരി ദാറ്റ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷനെ ക്യാരി ചെയ്ത് കൊണ്ടുവരാണ്. സോ ഹെൻസ് ദ നെയിം വെക്ടേഴ്സ്. ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ടാണ് അവർ നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. So blood-sucking insects or non-blood-sucking insects may transmit pathogens to human being. And ഇവരെ ഈ ടൈപ്പ് ഓഫ്
ഇങ്ങനെ അവരുണ്ടാക്കുന്ന ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഡിസീസസിനെയാണ് നമ്മൾ ആർത്രോപോഡ് ബോൺ ഡിസീസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മോസ്കിറ്റോ, ടിക്സ്, മൈറ്റ്സ്, ഫ്ലീസ്, ഫ്ലൈസ് ആൻഡ് ലൈസ്. ആൻഡ് ഈ ഇൻസെക്ട്സിന് നമ്മൾ വെക്ടേഴ്സ് എന്ന് പറയാറുണ്ട്. ആൻഡ് ഇനി ഈ ട്രാൻസ്മിഷൻ തന്നെ, അതായത് ഇൻസെക്ട്സിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 രീതിയിൽ നടക്കാറുണ്ട്. ഒന്ന് മെക്കാനിക്കൽ, അടുത്തത് ബയോളജിക്കൽ. ഇതൊക്കെയാണ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ നടക്കാറുണ്ട് ത്രൂ ഇൻസെക്ട്സ്, ആൻഡ് ബയോളജിക്കൽ ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് നോക്കാം. മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ, അതായത് ഇപ്പം ആ ഒരു ഇൻസെക്റ്റിന്റെ സർഫസിലോ ഒക്കെ ആയിരിക്കും ഈ മൈക്രോബ് കാണുക. അല്ലാതെ ഈ ഇൻസെക്റ്റിന്റെ ബോഡിയിലേക്ക് അവർ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് പറയാം. സോ ആ ഇൻസെക്റ്റിന്റെ സർഫസുകളിൽ, ബോഡി സർഫസുകളിലായിരിക്കും ഈ മൈക്രോബ്സ് പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അവർ വേറെ ഇതിനുള്ളിൽ കയറി ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാതെ അവിടെ പറ്റിപ്പിടിച്ചിരുന്നോളും. നമ്മുടെ ബോഡിയിൽ അവർ വന്നിരിക്കുമ്പോൾ ആ പാത്തജൻസ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ മൈക്രോബ്സ് നമ്മുടെ ബോഡിയിലേക്ക് വരും. അങ്ങനെയുള്ളൂ. സോ അതിനാണ് മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ട്രാൻസ്മിഷൻ ഓഫ് ഡിസെൻട്രി ഓർ ടൈഫോയിഡ് ബാസിലൈ ബൈ ഡൊമസ്റ്റിക് ഫ്ലൈ. നമ്മളുടെ ഹൗസ് ഫ്ലൈസ് ഒക്കെ ഇല്ലേ, ഈച്ച അതിനൊരു എക്സാമ്പിളാണ് ഈ മെക്കാനിക്കൽ വെക്ടറിന്. ഈച്ചയുടെ സർഫസിലായിരിക്കും, അല്ലെങ്കിൽ ഈച്ച പറ്റിപ്പിടിക്കുമ്പോൾ അതിൻ്റെ കാലുകളിലായിരിക്കും എന്ത് ചെയ്യുക, ഈ മൈക്രോബ്സ് ഇരിക്കുക. അവർ വന്ന് നമ്മളെ ഫുഡിലോ അല്ലെങ്കിൽ നമ്മളെ ബോഡിയിലോ ഇരിക്കുമ്പോൾ അത് നമ്മൾ ഏതെങ്കിലും ഓപ്പണിലോട്ട് ക്ലോസ് കോണ്ടാക്ട് വരുമ്പോൾ ഈ മൈക്രോബ്സ് നേരെ നമ്മുടെ ബോഡിയിലേക്ക് വരുമെന്നേ ഉള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മൾ മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ബയോളജിക്കൽ വെക്ടേഴ്സ്. ഓക്കെ, ബയോളജിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പാത്തജൻസ് നമ്മുടെ ബോഡിയിനുള്ളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് അവരുടെ ഒരു ബയോളജിക്കൽ സൈക്കിള് നമ്മുടെ ആ ഇൻസെക്ട്സിൻ്റെ ബോഡിയിൽ വെച്ചിട്ടായിരിക്കും അവർ കംപ്ലീറ്റ് ചെയ്യുക. സോ ദീസ് പാത്തജൻസ് മൾട്ടിപ്ലൈ ഇൻ ദ ബോഡി ഓഫ് ദ വെക്ടർ. ആ ഇൻസെക്റ്റിന്റെ ബോഡിയിൽ അകത്ത് കയറിയിട്ട് അവരുടെ ലൈഫ് സൈക്കിൾ അവിടെ ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഡെവലപ്മെന്റ് സൈക്കിൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴായിരിക്കും ആ ഒരു വെക്ടർ നമ്മുടെ ബോഡിയിലേക്ക് വന്ന് ഇപ്പം മോസ്കിറ്റോയുടെ കാര്യമാണെങ്കിൽ നമ്മൾ കുത്തുന്ന സമയത്ത് അവർ ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയെങ്കിൽ അവരെന്ത് ചെയ്യും, നേരെ നമ്മുടെ ബോഡിയിലേക്ക് കയറും. സോ ഇതിനെയാണ് ബയോളജിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. So the pathogen multiplies in the body of the vector of undergo part of its developmental cycle in it. Okay, അപ്പോൾ പാത്തജൻസ് ആദ്യം എന്ത് ചെയ്യും, ആ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ കയറി അവിടെ ചെന്ന് അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ആ ഡെവലപ്മെൻറ്റൽ സൈക്കിളിൽ ഏതെങ്കിലും ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് പിന്നീട് ഈ ഇൻസെക്റ്റ് നമ്മളുടെ ബോഡിയിൽ വന്ന് കുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളുടെ ബോഡിയിൽ വന്നിരിക്കുന്ന സമയത്തോ എന്ത് ചെയ്യും, ഇത് നമ്മളുടെ ബോഡിയുടെ ഉള്ളിലേക്ക് കയറും. സോ അങ്ങനെയുള്ളവരെയാണ് ബയോളജിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ഇൻസെക്റ്റിനുള്ളിൽ അവർ കയറി അവരുടെ ലൈഫ് സൈക്കിൾ നടത്തുകയാണ്. സോ അങ്ങനെ വരുന്നതിനെയാണ് ബയോളജിക്കൽ വെക്ടർ എന്ന് പറയുക. എക്സാമ്പിൾ ആണ് ഈഡിസ് ഈജിപ്റ്റി, വിച്ച് ഇസ് എ മോസ്കിറ്റോ ഇൻ യെല്ലോ ഫീവർ. പിന്നെ അനോഫിലസ് മോസ്കിറ്റോ ഇൻ മലേറിയ. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്, ബയോളജിക്കൽ വെക്ടറിന് എക്സാമ്പിൾ ആണ്. സോ ഇനി ബയോളജിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് ദേ ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻ ഓൺലി ആഫ്റ്റർ ദ പാത്തജൻസ് ആസ് മൾട്ടിപ്ലൈഡ്. അത് ഓർക്കുക. അതായത് ആ സഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഡെവലപ്മെൻറ്റൽ സൈക്കിള് കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അവർ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ആ ഒരു ടൈം ഇൻ്റർവെൽ ഉണ്ടല്ലോ, അതായത് ആ ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ കയറി അവരുടെ ലൈഫ് സൈക്കിള് ഒരു പാർട്ട് അവർ കംപ്ലീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ സഫിഷ്യൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ഇൻഫെക്റ്റ് ചെയ്യൂ. സോ ആ കയറിയ മുതലും ഇറങ്ങുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡ് ഇല്ലേ, അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയും, എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ്. അപ്പോൾ ഇൻസെക്റ്റിനുള്ളിൽ കയറി കഴിഞ്ഞ് അവിടെ ഇരുന്ന് മൾട്ടിപ്ലൈ ചെയ്യൂ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ സൈക്കിൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യുന്നു, പിന്നാണ് ട്രാൻസ്മിറ്റ് ചെയ്യാം. സോ ദാറ്റ് ടൈം ഇൻ്റർവെല്ലിലെ അതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ ദ ടൈം ഓഫ് എൻട്രി ഓഫ് ദ പാത്തജൻ ഇൻ ടു ദ വെക്ടർ ആൻഡ് ദ വെക്ടർ ബിക്കം ഇൻഫെക്റ്റീവ്. ഇതിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടൈം ഓഫ് എൻട്രി ഓഫ് പാത്തജൻ ടു ദ വെക്ടർ ആൻഡ് ദ വെക്ടർ ബിക്കം ഇൻഫെക്റ്റീവ്. വെക്ടർ പിന്നെ ഇൻഫെക്റ്റീവ് എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിവ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ചില ഇൻസെക്ട്സ് റിസർവോയർ ഹോസ്റ്റ് ആയിട്ട് കാണാറുണ്ട്. മേ ഓൾസോ ആക്ട് ആസ് റിസർവോയർ ഹോസ്റ്റ്. അതും ഓർത്ത് വെച്ചേക്കുക. ചില ഇൻസെക്ട്സ് എന്താണ്, റിസർവോയർ ഹോസ്റ്റ് ആയിട്ട് കാണാറുണ്ട്. എക്സാമ്പിൾ ടിക്സ് ഇൻ റിലാപ്സിങ് ഫീവർ ആൻഡ് സ്പോട്ടഡ് ഫീവറിൽ ദേ ആക്ട് ആസ് എ റിസർവോയർ ഹോസ്റ്റ്. അത് ഓർത്ത് വെക്കണം, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കുക. എക്സാമ്പിൾ ആണ് കേട്ടോ, റിസർവോയർ ഹോസ്റ്റിന് എക്സാമ്പിൾ ആണ്.
ആൻഡ് ഇൻഫെക്ഷൻ ഈസ് മെയിൻറ്റൈൻഡ് ഇൻ സച്ച് ഇൻസെക്ട്സ് ബൈ ട്രാൻസ്-ഒവേറിയൽ ഓർ ട്രാൻസ്-സ്റ്റാഡിയൽ പാസേജ്. ട്രാൻസ്-ഒവേറിയൽ അല്ലെങ്കിൽ ട്രാൻസ്-സ്റ്റാഡിയൽ പാസേജ് വഴിയായിരിക്കും ആ ഇൻഫെക്ഷൻ അവർ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അവരുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻസെക്റ്റിന് വരുന്നത്. അപ്പോൾ ഇൻസെക്റ്റ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് വരുന്നുണ്ട്, മെക്കാനിക്കൽ ആൻഡ് ബയോളജിക്കൽ. ആൻഡ് അത് ആർത്രോപോഡ് ബോൺ ഡിസീസസ് എന്ന് നമ്മൾ പറയും. ആ ഇൻസെക്ട്സുകളെ നമ്മൾ വെക്ടർ എന്ന് പറയും. മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർ സർഫസിൽ മാത്രമായിരിക്കും ആ മൈക്രോബ് കാണുക. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഫിസിക്കൽ ജസ്റ്റ് ഒരു കോണ്ടാക്റ്റിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വരികയാണ്. ഇനി ബയോളജിക്കൽ വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ പാത്തജൻസ് ഈ ഇൻസെക്റ്റിനുള്ളിൽ ചെന്ന് അവർ മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയോ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. എക്സാമ്പിൾ ഈഡിസ് ഈജിപ്റ്റി മോസ്കിറ്റോ, അനോഫിലസ് മോസ്കിറ്റോ ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി ബയോളജിക്കൽ വെക്ടർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു പർട്ടിക്കുലർ ടൈം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും. സോ ദാറ്റ് ടൈമിനെയാണ് നമ്മൾ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയാം. പിന്നെ ഇൻസെക്റ്റ് എന്താണ്, റിസർവോയർ ഹോസ്റ്റ് ആയിട്ടും കാണാറുണ്ട്. ടിക്കാണ് അതിനൊരു എക്സാമ്പിൾ. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് ഇൻസെക്ട്സിൽ ഓർക്കേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് സോയിൽ. സോയിൽ ഒരു സോഴ്സ് ആണ് കേട്ടോ. സോയിൽ ഒരു ഇൻഫെക്ഷൻ സോഴ്സ് ആണ്. സോയിലിൽ നമുക്ക് ഇഷ്ടം പോലെ മൈക്രോബ്സ് കാണും. നോർമൽ ഫ്ലോറ ഓഫ് സോയിൽ ഇഷ്ടം പോലെ കാണും. അതിൽ ചിലതൊക്കെ എന്താണ്, നമുക്ക് ഇൻഫെഷ്യസ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് സ്പോർസ് ഓഫ് ടെറ്റനസ് ബാസിലൈ. ബാസിലസ് ടെറ്റനയുടെ സ്പോർട്സ് കിടപ്പുണ്ടാകും. അത് വയബിൾ ആയിട്ട് തന്നെ ആയിരിക്കും സോയിലിൽ കിടക്കുക. ആൻഡ് അത് നമ്മളുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. പിന്നെ ഫഞ്ചയിൽ വരുന്ന ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റ, അത് ഒരു ഇൻഫെക്ഷൻ കോസിംഗ് ആണ്, വിച്ച് ഈസ് സീൻ ഇൻ സോയിൽ. പിന്നെ നൊക്കാർഡിയൽ ആസ്റ്റെറിയോയിഡ്സ്, അതും ഒരു സോയിലിൽ കാണുന്ന ഫംഗൽ പാത്തജൻ ആണ്. പിന്നെ റൗണ്ട് വൺ ആൻഡ് ഹുക്ക് വോം, ഇതെല്ലാം സോയിലിൽ കാണുന്നതാണ്. സോ ഇവരെല്ലാം ഇൻഫെക്ഷൻ കോസിംഗ് ആയിട്ടുള്ള മൈക്രോബ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദ സോയിലാണ്. സ്പോർസ് ഓഫ് ടെറ്റനസ്, പിന്നെ ഫഞ്ചയിൽ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, നൊക്കാർഡിയ ആസ്ട്രോയിഡ്. സോ ഫഞ്ചയിൽ ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം, നൊക്കാർഡിയ ആസ്ട്രോയിഡ്, പിന്നെ റൗണ്ട് വോം, ഹുക്ക് വോം ഒക്കെ സോയിലിൽ കാണുന്നതിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ. വാട്ടറിലൂടെ നമ്മുടെ ബോഡിയിലേക്ക്, അതായത് വാട്ടറിൽ ചില മൈക്രോബ്സ് എൻട്രി ചെയ്തിട്ട് അത് നമ്മൾ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യാം. കണ്ടാമിനേറ്റഡ് വാട്ടേഴ്സ് നമുക്ക് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം. ലൈക്ക് കോളറ കണ്ടാമിനേറ്റഡ്, അതായത് വിബ്രിയോ കോളറെ വാട്ടറിലാണ് കാണുക, അത് വാട്ടറിൽ നിന്നാണ് നമുക്ക് കിട്ടുക. അതുപോലെ ഇൻഫെക്റ്റീവ് ഹെപ്പറ്റൈറ്റിസ് വൈറസ്, ഇതൊക്കെ നമുക്ക് വാട്ടറിൽ നിന്ന് കിട്ടുന്ന പാത്തജൻസ് ആണ്. പിന്നെ ചില ഇൻഫെക്ഷൻ, അതായത് ഗിന്നി വോം ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഗിന്നി വോമിൻ്റെ ഒരു വെക്ടറായിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റായിട്ട് സൈക്ലോപ്സ് വരാറുണ്ട്. ഈ സൈക്ലോപ്സ് വാട്ടറിൽ കിടക്കുന്നതാണ്. അപ്പം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പം ഈ സൈക്ലോപ്സിൽ നിന്ന് ആ മൈക്രോബ് നമ്മളുടെ ബോഡിയിലേക്ക് വരാം. സോ അതും ഒരു വെക്ടർ വിച്ച് ഇസ് പ്രസന്റ് ഇൻ വാട്ടർ ആണ്. അത് ഓർത്ത് വെച്ചേക്കുക. വെക്ടർ സീൻ ഇൻ വാട്ടർ ആണ് സൈക്ലോപ്സ് എന്ന് പറയുന്നത്. ഓർക്കണം കേട്ടോ. വെക്ടർ അക്വാട്ടിക് വെക്ടർ അല്ലെങ്കിൽ വെക്ടർ ഇൻ വാട്ടർ ആണ് സൈക്ലോപ്സ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് എ ഹോസ്റ്റ് ഫോർ അല്ലെങ്കിൽ വെക്ടർ ഫോർ ഗിനി വോം ഇൻഫെക്ഷൻ. ഓക്കെ, ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഇതും വാട്ടറിൽ നിന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വെച്ചേക്കണേ. അടുത്ത ഫുഡ്. ഫുഡ് ഈസ് അനദർ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. ഇത് ഫുഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ കാർബൺ സോഴ്സസും വാട്ടറും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ മൈക്രോബ്സിന് നന്നായിട്ട് ഗ്രോ ചെയ്യാൻ ഇഷ്ടമായ ഒരു സ്ഥലമാണ് ഫുഡ് എന്ന് പറയുന്നത്. സോ മൈക്രോബ്സ് ഈസി ആയിട്ട് അവിടെ ഗ്രോ ചെയ്യാറും ഉണ്ട്. അപ്പോൾ അത് തന്നെ രണ്ട് രീതിയിൽ വരാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഫുഡ് ഐറ്റത്തിനകത്ത് നാച്ചുറലി ആ മൈക്രോബ് പ്രസൻ്റ് ആയിരിക്കും. പിന്നെ നോർമലി നമ്മളത് പ്രോസസ്സ് ചെയ്ത് അതിനെ പ്രിസർവ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രോസസ്സിങ് കഴിയുമ്പോഴായിരിക്കും ഈ പാത്തജൻ ഇല്ലാതാവുകയും നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാതെ വരുന്നത്. ബട്ട് ചില സമയത്ത് എന്ത് പറ്റും, ഈ നമ്മൾ റോ മീറ്റൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ അതിനകത്ത് നാച്ചുറലി കാണുന്ന മൈക്രോബ്സ് നമ്മുടെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യുകയും നമുക്ക് ഡിസീസസ് കോസ് ചെയ്യുകയും ചെയ്യും. സോ അതിന് എക്സാമ്പിൾ ആണ് പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ ഇൻ മീറ്റ് അല്ലെങ്കിൽ അതർ അനിമൽ പ്രോഡക്റ്റ് ലൈക്ക് സാൽമണലോസിസ്. അതായത് അതേപോലെ മീറ്റിനകത്ത് സാൽമണലോസ് അല്ലെങ്കിൽ സാൽമണല്ല വന്നിരിക്കാം, ഇൻഫെക്റ്റ് ചെയ്യാം. അത് നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് അത് എൻട്രി ചെയ്യും. സോ അതാണ് പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് നമുക്ക് അല്ലാതെ എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ വഴിയും ഫുഡ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഫുഡ് പോയ്സണിങ് ഉണ്ടാവും. ലൈക്ക് സ്റ്റഫൈലോകോക്കസ് പോലൊക്കെ അതും ഫുഡിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വരും. സോ അതാണ് ഫുഡ് ഒരു സോഴ്സ്. ഫുഡ് ഒരുപാട് ഇൻഫെക്ഷന് സോഴ്സസ് ആവാറുണ്ട് കേട്ടോ. എക്സാമ്പിൾ ഈ സ്റ്റഫൈലോകോക്കസ്, സാൽമണലോസിസ്, ബ്രൂസലോസിസ്, അങ്ങനെ പല ഇൻഫെക്ഷനും ഫുഡ് ഒരു സോഴ്സായിട്ട് വരാറുണ്ട്.
ഓക്കെ, അപ്പം ഇത്രയാണ് ജനറലായിട്ട് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ നമ്മൾ പഠിച്ചത്. അപ്പം ഇൻഫെക്ഷൻ്റെ സോഴ്സസ് ആദ്യം ഹ്യൂമൻസ് തന്നെയാണ്. ഒന്ന് പേഷ്യൻസിൽ നിന്ന് നമ്മൾ അടുത്തൊരാൾക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു കാരിയർ ആയിട്ട് ഒരു പേഴ്സൺ കാണും. ആ പേഴ്സണിൻ്റെ ബോഡിയിൽ ആ ഒരു മൈക്രോബ് കാണും, ബട്ട് അയാൾക്ക് സിംറ്റംസ് കാണിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ സിംറ്റംസ് കാണിച്ചു അതെല്ലാം മാറിയിട്ടും ആ പാത്തോജൻസ് അവിടെ തന്നെ കാണും. സോ ഹെൽത്തി കാരിയർ ഉണ്ട്, അയാളുടെ ബോഡിയിൽ ഇതുവരെ ആ മൈക്രോബിൻ്റെ ഒരു ഇൻഫെക്ഷനും ഇല്ലെങ്കിൽ അതിനെയാണ് ഹെൽത്തി കാരിയർ എന്ന് വിളിക്കുക. കോൺവാലസെൻ്റ് എന്ന് പറയുമ്പം അയാൾക്ക് ഇൻഫെക്ഷൻ വന്നു, അത് റിക്കവേർഡ് ആയി, ബട്ട് ദ പാത്തോജൻ റിമൈൻസ് ഇൻ ദ ബോഡി. അങ്ങനെയുള്ളതാണ് കൺവാലസെൻ്റ് കാരിയർ എന്ന് പറയുന്നത്. പിന്നെ ഡ്യൂറേഷൻ അനുസരിച്ച് ടെമ്പററി ആൻഡ് ക്രോണിക്. പിന്നെ നമ്മൾ കോണ്ടാക്ട് കാരിയർ ആൻഡ് പാരഡോക്സിയൽ കാരിയർ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അനിമൽ നോക്കി. റിസർവോയർ ഹോസ്റ്റ് എന്നാണ് അനിമൽസിനെ പറയുക. അവർ കോസ് ചെയ്യുന്ന ആ ഇൻഫെക്ഷൻസിനെ നമ്മൾ സൂനോസസ് എന്ന് പറയും. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഇൻസെക്ട്സ്, ആർത്രോപോഡ് ബോൺ ഡിസീസസ് എന്ന് പറയും. ദേ ആർ നോൺ ആസ് ദ വെക്ടേഴ്സ്. വെക്ടേഴ്സ് എന്നാണ് നമ്മൾ പറയുക ഇൻസെക്ട്സിനെ. മെക്കാനിക്കൽ ആൻഡ് ബയോളജിക്കൽ വെക്ടേഴ്സ് വരുന്നുണ്ട്. മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ ജസ്റ്റ് അവരുടെ സർഫസിൽ കാണുകയുള്ളൂ. ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ട് അവർ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് വരിക. സോ അതാണ് ബയോളജിക്കൽ വെക്ടേഴ്സ്. ഇനി ഈ ബയോളജിക്കൽ വെക്ടേഴ്സിലാണ് ഈ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ള ടേം നമ്മൾ നോക്കിയത്. അത് കഴിഞ്ഞ് നമുക്ക് വരുന്നതാണ് സോയിൽ. സോയിലിൽ കുറച്ച് എക്സാമ്പിൾ നോക്കൂ. പിന്നെ വാട്ടർ ആൻഡ് ദെൻ ഫുഡ്. ഇത്രയാണ് മേജർ സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? ടൈപ്സ് ഓഫ് ഇൻഫെക്ഷനും സോഴ്സസ് ഓഫ് ഇൻഫെക്ഷനും പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവരും ഇതുവരെ പഠിച്ചല്ലോ. പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഇപ്പം പഠിച്ചു കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ പോയി ഒന്ന് കേട്ടിട്ട് വരിക. കേട്ടിട്ട് വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പറയും. ക്വസ്റ്റ്യൻസ് പറയുമ്പം നിങ്ങൾ അതിന് ആൻസർ അപ്പോഴേ നോട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ആൻസറും കൂടെ കാണിക്കാം. ഓക്കെ? അപ്പം ഇൻ കേസ് പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പോയി വീഡിയോ കണ്ടിട്ട് വന്നാൽ മതി. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കാരണം നമുക്കത് അപ്പോൾ എന്താവും, നമുക്കൊരു റിവിഷനും കൂടെ പോലെ ആവും. പഠിക്കുക, റിവൈസ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങ് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തോളൂ ക്വസ്റ്റ്യൻസ്. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അല്ല, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അസേർഷൻ. എ കോൺവാലസെന്റ് കാരിയർ ഇസ് എ പേഴ്സൺ ഹു ഹാസ് നെവർ സഫേർഡ് ഫ്രം ദ ഡിസീസ് ബട്ട് harbors a pathogen. Convalescent carrier are those who continue to harbor the pathogen after recovering from the disease. അപ്പോൾ ഇതിൽ എന്താണ് ഏത് പറയുന്നത്? ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ? കോൺവാലസെന്റ് കാരിയർ എന്ന് പറയുന്നത് പേഴ്സൺ ഹൂ ഹാസ് നെവർ സഫേർഡ് ഫ്രം ദ ഡിസീസ്. അങ്ങനെയുള്ളവരെ നമ്മൾ കോൺവാലസെന്റ് എന്നാണോ പറയാ? അല്ല, അത് ഹെൽത്തി കാരിയർ ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം എ തെറ്റാണ് അല്ലേ? എ തെറ്റാണ്. ആർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ എ ഇസ് ഫോൾസ് ആൻഡ് ആർ ഇസ് ട്രൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? Clinical infections always cause symptoms like fever and pain. Clinical infections fever and pains cause ചെയ്യും. Subclinical infection may cause no symptoms or very mild symptoms. Atypical infection exhibit typical clinical manifestation. Subclinical infection are also called carrier state. അപ്പോൾ ഇതിലെ ഇൻകറക്റ്റ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ ഇൻകറക്റ്റ്. 1, 2, 4 and true. 2, 3, 4 are true. Statement only 3 is incorrect. ഇതിൽ ഏതാ വരിക? ക്ലിനിക്കൽ ഇൻഫെക്ഷൻ മേ ഓൾസോ കോസ് സിംറ്റംസ്. അത് കറക്റ്റ് ആണല്ലേ? ക്ലിനിക്കൽ ഇൻഫെക്ഷൻസ് സിംറ്റം കോസ് ചെയ്യുന്നതാണ്. സബ് ക്ലിനിക്കലിൽ ഒന്നെങ്കിൽ നോ സിംറ്റംസ് അല്ലെങ്കിൽ വെരി മൈൽഡ് സിംറ്റംസ് ആയിരിക്കും കാണിക്കുക. എറ്റിപ്പിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ദേ ഡോണ്ട് ഷോ ടിപ്പിക്കൽ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ എന്നാണ്. സോ ഇത് തെറ്റാണ് അല്ലേ? അപ്പോൾ 3 തെറ്റാണ്. സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻസ് കാരിയർ സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇൻഅപ്പാരൻറ്റ് ഇൻഫെക്ഷൻ എന്നും പറയാറുണ്ട്. സോ അപ്പം 1, 2, 4 എന്താണ്? ട്രൂ ആണ്. അപ്പോൾ നമുക്ക് ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചിലർ പെട്ടെന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ 1, 2, 4 ആർ ട്രൂ എന്നുള്ളത് തോന്നും. പക്ഷേ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ only 3 is incorrect. അതാണ് കറക്റ്റായിട്ട് കുത്തേണ്ടത്. കാരണം ചിലപ്പം നമ്മൾ പെട്ടെന്ന് കാണുമ്പം ഇങ്ങനത്തെ കൺഫ്യൂസിങ് ആയിട്ട് ചോദിക്കാം. 1, 2, 4 ആർ കറക്റ്റ് ആണല്ലോ, 1, 2, 4 കറക്റ്റ് ആണ്, അപ്പോൾ ഇതായിരിക്കും എന്ന് നോക്കും. ബട്ട് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് എന്നാണ്. സോ ഇൻകറക്റ്റ് ഏതെന്ന് വേണം നമ്മൾ എഴുതാൻ. സോ സ്റ്റേറ്റ്മെന്റ് only 3 is incorrect. അങ്ങനെ ഉള്ളത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. നെക്സ്റ്റ് വൺ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഇതിലും ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കേ, ടെമ്പററി കാരിയർ ഹാർബർ പാത്തജൻസ് ഫ്രം മോർ ദാൻ 6 months. Chronic carrier may harbor pathogen for the rest of their life. Paradoxical carrier acquire pathogen from another carrier. Healthy carrier show severe symptoms of the disease. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ഇതാണെന്നാണ് ചോദിക്കുന്നത്. ടെമ്പററി കാരിയർ ഹാർബർ പാത്തജൻ ഫോർ മോർ ദാൻ 6 months അല്ല, ലെസ് ദാൻ 6 months. സോ ദിസ് ഇസ് റോങ്. ഓക്കെ, ക്രോണിക് കാരിയർ മേ ഹാർബർ പാത്തജൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ലൈഫ്, അത് കറക്റ്റ് ആണ്. പാരഡോക്സിക്കൽ കാരിയർ അക്വർ പാത്തജൻ ഫ്രം അനദർ കാരിയർ കറക്റ്റ് ആണ്. ഹെൽത്തി കാരിയർ ഷോസ് സിവിയർ സിംറ്റംസ് ഓഫ് ദ ഡിസീസ്. Healthy carrier do not have that symptom of the disease, or they don't have that infection. അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല, ബട്ട് പാത്തജൻ ഉണ്ടെന്നേ ഉള്ളൂ. സോ അതും തെറ്റാണല്ലേ. സോ 1 and 4 ആർ ഇൻകറക്റ്റ്. കണ്ടോ, അപ്പം ഇവിടെ തന്നെ 2 and 3 ആർ കറക്റ്റ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 1 and 4 ആർ ഇൻകറക്റ്റ്. അങ്ങനെ ചോദിക്കും കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മൈക്രോ ഓർഗാനിസം ഈസ് നോട്ട് കൺസിഡർ എ പാത്തജൻ? ഒരു പാത്തജൻ ആയിട്ട് നമ്മൾ നോർമലി കൺസിഡർ ചെയ്യാത്ത മൈക്രോ ഓർഗാനിസം ഇതിലേതാണ്? വൈറസ്, ബാക്ടീരിയ, ഫംജൈ, ആൽഗെ. ഏതാണ്? ഇറ്റ് ഈസ് ആൽഗെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദ എബിലിറ്റി ഓഫ് എ മൈക്രോ ഓർഗാനിസം ടു കോസ് ഡിസീസ് ഈസ് കോൾഡ് ഡാഷ്. ഇൻഫെക്ഷൻ, pathogenicity, virulence, immunity. Ability of an microorganism to cause disease is called, that ability of microorganismത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? Pathogenicity of that microorganism എന്ന് പറയും. Okay. An infection caused by the host on body is termed as dash. ബോഡിയിൽ തന്നെ ഉള്ളത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? എക്സോജിനസ്, എൻഡോജിനസ്, ക്രോസ്, സിസ്റ്റമിക്. ഇറ്റ് ഇസ് എൻഡോജിനസ് ഇൻഫെക്ഷൻ. Which type of infection involves subsequent infection by the same infection? A parasite. സെയിം പാരസൈറ്റ് പിന്നെയും വന്ന് ഇൻഫെക്റ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? പ്രൈമറി ഇൻഫെക്ഷൻ, റീ ഇൻഫെക്ഷൻ, സെക്കൻഡറി ഇൻഫെക്ഷൻ, ലോക്കൽ ഇൻഫെക്ഷൻ. ഇറ്റ് ഇസ് റീ ഇൻഫെക്ഷൻ. റീ ഇൻഫെക്ഷൻ എന്നാണ് പറയാം. റീ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വൺ. ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ടിപ്പിക്കലി ഷോ സൈൻ ഓഫ് ഡാഷ്. ലോക്കലൈസ്ഡ് ഇൻഫെക്ഷനിൽ കൂടുതൽ കാണുന്ന സൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സൈൻ അല്ലെങ്കിൽ സിംറ്റം. റാഷ് ആൻഡ് ഫീവർ, റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ്, ലതർജി ആൻഡ് മാലീസ്, ഇൻക്രീസ് റെസ്പിറേറ്ററി റേറ്റ്. ഇറ്റ് ഷോസ് ഓൺലി റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ അല്ലേ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷനിൽ. Which of the following is an example of a systemic infection? Systemic infection example ഇതിലേതാണ്? Systemic infection ആണ്. Which spread throughout the body. Boil caused by Staphylococcus aureus. Rash caused by varicella zoster virus. Folliculitis caused by bacteria. Inflammation caused by localized bacteria. Systemic infection ഏതാണ് വരിക? It is rash caused by varicella zoster virus. Okay. So അതാണ് correct answer വരിക. What term describe physician-induced infections resulting from medical procedure? മെഡിക്കൽ പ്രൊസീജിയർ വഴി ഫിസിഷ്യൻ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ഇൻഫെക്ഷന് നമ്മൾ കൊടുക്കുന്ന ടേം എന്താണ്? സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, യോട്രോജനിക് ഇൻഫെക്ഷൻ, ക്രോസ് ഇൻഫെക്ഷൻ. ഏതാണ്? ഫിസിഷ്യൻ ഇൻഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഹെട്രോജനിക് ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. നോസോകോമിയൽ എന്താണ്? ഹോസ്പിറ്റലിൽ നമുക്കുണ്ടാകുന്ന ക്രോസ് ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. വിച്ച് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഷോസ് നോ സിംറ്റംസ് ഓർ വെരി മൈൽഡ് സിംറ്റംസ്? ക്ലിനിക്കൽ, സബ് ക്ലിനിക്കൽ, സെക്കൻഡറി, ലോക്കൽ. നോ ഓർ മൈൽഡ് സിംറ്റംസ് കോസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പേരാ പറയാ? ഇറ്റ് ഈസ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വൺ. ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ബിക്കം ഡിസെമിനേറ്റഡ് ത്രൂ ഔട്ട് ദ ബോഡി ഈസ് കോൾഡ്. ത്രൂ ഔട്ട് ദ ബോഡി വരുന്ന ഇൻഫെക്ഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്? ലോക്കൽ, ക്രോസ്, സിസ്റ്റമിക്, ലേറ്റന്റ്. ഇറ്റ് ഈസ് അതിന് കൊടുക്കുന്ന കറക്റ്റ് ടേം ഇറ്റ് ഈസ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ. സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് infections that occur due to exposure to a new host or external sources in a hospital settings are called dash. ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ വെച്ചിട്ട് നമുക്കൊരു ന്യൂ ഹോസ്റ്റ് എക്സ്പോസ്ഡ് ആവുകയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് പുതിയൊരു ഹോസ്റ്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നോ ഒരു പേഷ്യൻ്റിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നോ നമുക്ക് ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ടേം ഏതാണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻ, ലേറ്റന്റ് ഇൻഫെക്ഷൻ, ഹൈഡ്രോജനിക് ഇൻഫെക്ഷൻ, സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ. ഇറ്റ് ഈസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ.
The degree to which a microorganism is likely to cause disease is referred to as degree of that infection. അത് എത്ര വരിക? അതിനെ എന്താണ് നമ്മൾ പറയുക? It is virulence. Virulence of that pathogen. Which type of infection occurs when a new infection is established in a host already weakened by another disease? Already ഒരു ഡിസീസ് കാരണം അതിൻ്റെ വീക്കൻഡ് ആയിട്ടുള്ള ഒരു ബോഡിയിലേക്ക് പുതിയൊരു ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേര് പ്രൈമറി, സെക്കൻഡറി, ക്രോസ് എൻഡോജീനസ്. ഓൾറെഡി ഒരു ഡിസീസ് കാരണം എന്ത് പറ്റാണ്? വീക്കൻഡ് ആണ്. അതിലേക്ക് പുതിയൊരു ഡിസീസും കൂടെ വന്ന് ഇൻഫെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ടേംഡ് ആസ് സെക്കൻഡറി ഇൻഫെക്ഷൻ. അതിനെയാണ് നമ്മൾ ജനറലായിട്ട് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ when a new infection is established in a host already weakened by another disease, it is known as secondary infection. Okay. Which infection remains hidden and causes diseases only when host resistance is lowered? Host resistance lower ആവുന്ന സമയത്ത് മാത്രം നമ്മുടെ ബോഡിയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു പാത്തജൻ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വരികയാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഷോ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? So which infection remain hidden and cause disease only when the host resistance is lower? ഹിഡൻ ആയിട്ടിരിക്കുകയാണ്, ഹോസ്റ്റ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ അവർ കാണിക്കുന്നതിന് എന്ത് പേരാണ് പറയുക? ഇറ്റ് ഈസ് സബ് ക്ലിനിക്കൽ, ലേറ്റൻറ്റ്, ഇയട്രോജനിക്, ക്രോസ് ഇൻഫെക്ഷൻ. ഇറ്റ് ഈസ് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ എന്നാണ് നമ്മളതിനെ പറയാം. അപ്പം അത് നമ്മുടെ ബോഡിയിൽ തന്നെ കിടക്കും. നമ്മൾ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ലോവർ ആകുമ്പോൾ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന സമയത്താണ് അവരെന്ത് കാണിക്കുക? ആ സിംറ്റംസ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കാണിക്കുന്നത്. What is a typical sign of localized infection? Increased heart rate, redness around the infection site, fever, lymph node tenderness. ഇതിലേതാണ് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷനിൽ കാണിക്കുന്ന സിംറ്റം എന്ന് പറയുന്നത്? റെഡ്നെസ് അറൗണ്ട് ദ ഇൻഫെക്റ്റഡ് ഏരിയ ആണ്. ബാക്കിയെല്ലാം നമ്മൾ സിസ്റ്റമിക്കിൽ കാണിക്കുന്ന സിംറ്റംസ് ആണ്. When the typical clinical sign of an infection are absent, it is termed subclinical infection, apparent infection, atypical infection, cross infection. So typical ആയിട്ടുള്ള clinical signs absent ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? It is atypical infection. A person who harbor a pathogenic microorganism without showing symptoms is called, symptoms കാണിക്കുന്നുണ്ടാവില്ല ബട്ട് പാത്തോജൻസ് ബോഡിയിലുണ്ട്, അങ്ങനെയുള്ള പേഴ്സണിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പേഷ്യൻ, കാരിയർ, ക്രോണിക് പേഷ്യൻ, റിസർവോയർ. ഇറ്റ് ഈസ് എ കാരിയർ ആണത്. ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ഫ്രം അനിമൽ ടു ഹ്യൂമൻ ആർ കോൾഡ് ഡാഷ്. ഇൻഫെക്ഷൻ, അതായത് അനിമൽസിൽ നിന്ന് ഹ്യൂമനിലേക്ക് വരുന്ന ആ ഇൻഫെക്ഷന് നമ്മൾ കൊടുക്കുന്ന ടേം എന്താണ്? സൂനോസിസ്, പാരസൈറ്റിക് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, നൺ ഓഫ് ദിസ്. ഇറ്റ് ഈസ് സൂനോസിസ്. The interval between the pathogen's entry into the vector and the vector becoming infective is called dash. ആ ടൈം പീരീഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഓപ്ഷൻ നോക്കിയ ലേറ്റൻറ്റ് പീരീഡ്, എക്സ്റ്റെൻസീവ് ഇൻക്യുബേഷൻ പീരീഡ്, ബയോളജിക്കൽ വെക്ടർ പീരീഡ്, ഇൻക്യുബേഷൻ ഫേസ്. ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ് ഇൻക്യുബേഷൻ പീരീഡ്. നെക്സ്റ്റ് വൺ, which of the following is an example of a bacterial zoonotic disease? ബാക്ടീരിയൽ സൂനോട്ടിക് ഡിസീസിന് എക്സാമ്പിൾ ഇതിലേതാണ്? റാബിസ്, plague, hydatid disease, toxoplasmosis. It is ബാക്ടീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് പ്ലേഗ്. റാറ്റിൽ നിന്ന് നമുക്ക് പ്ലേഗ് കിട്ടുന്നത്. റാബിസ് വൈറസിൽ വരുന്നതാണ്. The term used for the transmission of pathogens by domestic flies is dash. ഡൊമസ്റ്റിക് ഫ്ലൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു ട്രാൻസ്മിഷനില്ലേ, അത് ഏത് ടൈപ്പാണ്? ബയോളജിക്കൽ, മെക്കാനിക്കൽ, ട്രാൻസോവേറിയൽ, ട്രാൻസ്റ്റാഡിയൽ. ഇതിലേതാണ് വരിക? ഇറ്റ് ഈസ് മെക്കാനിക്കൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ വെക്ടറാണ് ഡൊമസ്റ്റിക് ഫ്ലൈ എന്ന് പറയുന്നത്. ഓർത്തേക്കണം, ഡൊമസ്റ്റിക് ഫ്ലൈ ഒക്കെ മെക്കാനിക്കൽ വെക്ടറിൽ വരുന്നതാണ്. A person who recovered from a disease but continue to harbor the pathogen is termed as. പേഴ്സൺ എന്താണ്? റിക്കവർ ചെയ്തു ബട്ട് അവർ കണ്ടിന്യൂ ചെയ്യാണ്. ആ ഡിസീസ് അവരിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് എന്താണ്? ആ ഡിസീസിൻ്റെ പാത്തജൻ കണ്ടിന്യൂ ബോഡിയിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രോണിക്, കോൺവാലസൻ, ടെമ്പററി, പാരഡോക്സിക്കൽ. ഇറ്റ് ഈസ് കോൺവാലസൻ കാരിയർ. Which of the following vector is associated with malaria transmission? മലേറിയൽ ട്രാൻസ്മിഷന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേതാണ്? Aedes aegypti mosquito, Anopheles mosquito, Culex mosquito, tick. It is Anopheles mosquito.
The spores of which pathogen can remain viable in soil for several decades? Bacillus anthracis, Tetanus bacilli, Nocardia asteroides, Histoplasma capsulatum. It is Tetanus bacilli. Which of the following is an example of a fungal pathogen found in soil? Soil ഉള്ളൊരു ഫംഗൽ പാത്തജന് എക്സാമ്പിൾ ഇതിലേതാണ്? ടോക്സോപ്ലാസ്മ ഗോണ്ടി, ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം, ഹുക്വാം, സൈക്ലോപ്സ്. സോയിലിൽ കാണുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം. ഓക്കെ, എക്സാമ്പിൾ അതോ ഹിസ്റ്റോപ്ലാസ്മ ക്യാപ്സുലേറ്റം വരും. കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ വിത്ത് പാത്തോജനിക് മൈക്രോ ഓർഗാനിസം മേ ലീഡ് ടു ഡാഷ്. വാട്ടറിൽ നിന്ന് നമുക്കുണ്ടാവുന്ന ഒരു അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്യുന്നത് ഇതിലേതാണ്? ഫുഡ് പോയ്സണിങ്, കോളറ, ഹിസ്റ്റോപ്ലാസ്മോസിസ്, റിലാപ്സി ഫീവർ. ഇറ്റ് ഇസ് കോളറ. കോളറയാണ് നമുക്ക് വാട്ടറിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, ഫുഡ് പോയ്സണിങ് കോസ്ഡ് ബൈ സ്റ്റെഫൈലോകോക്കസ് ഈസ് ഡ്യൂ ടു ബയോളജിക്കൽ വെക്ടർ, പ്രീ എക്സിസ്റ്റിംഗ് ഇൻഫെക്ഷൻ, എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ, അക്വാറ്റിക് വെക്ടർ. ഇറ്റ് ഈസ് ഡ്യൂ ടു എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് ബൈ സ്റ്റെഫൈലോകോക്കസ്. Ticks in relapsing fever serves as dash. Mechanical vector, reservoir host, temporary carrier, none of this. Ticks എന്ന് പറയുന്നത് എന്താണ്? ഒരു എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? ഇറ്റ് ആക്ട് ആസ് എ റിസർവോയർ ഹോസ്റ്റ്. ഒരു റിസർവോയർ ഹോസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. In arthropod bone disease, the transmission involves pathogen multiplication inside the vector is termed as. അതായത് പാത്തജൻ എന്ത് ചെയ്യുന്നു? ആ വെക്ടറിനുള്ളിൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്ന ആ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ എന്താണ്? ബയോളജിക്കൽ, മെക്കാനിക്കൽ, കോണ്ടാക്ട്, സൂനോട്ടിക്. ഇറ്റ് ഇസ് ബയോളജിക്കൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ വെക്ടേഴ്സ് ആണ്. വിച്ച് അക്വാറ്റിക് വെക്ടർ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഗിനി വോം ഇൻഫെക്ഷൻ? ഇറ്റ് ഇസ് ടിക്, ഫ്ലീസ്, സൈക്ലോപ്സ്, ലൈസ്. ഇറ്റ് ഇസ് സൈക്ലോപ്സ്. വാട്ടറിലാണ് വരുന്നത്. അത് ഓർക്കണം കേട്ടോ, വാട്ടറിലാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ, assertion and reason type ആണ്. A healthy carrier harbor the pathogen without ever suffering from the disease caused by it. Healthy carrier acquire the pathogen from another carrier. അപ്പോൾ ഇതിൽ ഹെൽത്തി കാരിയർ എന്ന് പറയുന്നത് പാത്തജനെ അവരുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു? ഹോൾഡ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് അവർക്ക് ഡിസീസ് കാണിക്കുന്നുണ്ടാവില്ല. സോ അത് കറക്റ്റാണ്. ആൻഡ് ഹെൽത്തി കാരിയർ അക്വയർ ദ പാത്തജൻ ഫ്രം അനദർ കാരിയർ. അനദർ കാരിയറിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പറയുക. ദാറ്റ് ഇസ് റോങ് സ്റ്റേറ്റ്മെന്റ്. സോ എ ആണ് കറക്റ്റ്, ബാക്കി ആർ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, chronic carriers can harbor pathogen for several years even for their entire lifetime. Entire lifetimeലേക്ക് അവരുടെ ബോഡിയിൽ ക്യാരി ചെയ്യാൻ പറ്റുന്നവരെയാണ് ക്രോണിക് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ക്രോണിക് കാരിയേഴ്സ് ആർ ഇൻഡിവിജ്വൽ ഹു റിക്കവർ ഫ്രം ഡിസീസ് ബട്ട് കണ്ടിന്യൂ ടു ഹാർബർ ദ പാത്തജൻസ്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്? അപ്പോൾ ക്രോണിക് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹാർബർ ദ പാത്തജൻ ഫോർ ഇയേഴ്സ് ഓർ for their entire lifetime. അത് കറക്റ്റ് ആണല്ലേ? സോ ക്രോണിക് കാരിയേഴ്സ് ആർ ഇൻഡിവിജ്വൽസ് ഹു റിക്കവർ ഫ്രം ഡിസീസ് ബട്ട് കണ്ടിന്യൂ ടു ഹാർബർ ദ പാത്തജൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രോണിക് കാരിയേഴ്സ് എന്താവാം? അങ്ങനെ ആവാം അല്ലേ? അതായത് ഇൻഫെക്ഷൻ മാറിയിട്ട് അവരുടെ ബോഡിയിൽ ആ പാത്തജൻ ഫോർ എൻ്റയർ ലൈഫ് ടൈം കിടക്കുകയും ചെയ്യാം. സോ അത് കറക്റ്റ് ആണ്, രണ്ടും ട്രൂ ആണ്. ബട്ട് ആർ ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ എ ഓൾസോ. ഓക്കെ. Assertion, temporary carrier can harbor pathogen for more than 6 months and temporary carrier are classified based on the duration of pathogen carriage. Temporary carrier less than 5 ആണ്, സോ 6 ആണ്. അതിപ്പോൾ തെറ്റാണല്ലേ? എ ഫോൾസും ആറ് ട്രൂ ആണ്. നെക്സ്റ്റ് വൺ, കോണ്ടാക്ട് കാരിയർ acquires the pathogen directly from another carrier. Paradoxical carrier acquire the pathogen from another carrier not directly from the patient. കോണ്ടാക്ട് കാരിയർ പേഷ്യൻ്റിൽ നിന്നാണ് നമുക്ക് പാത്തജനെ ഡയറക്റ്റ് എടുക്കുന്നത്, കാരിയറായിട്ട് മാറുന്നത്. പാരഡോക്സിക്കൽ ആണ് എന്ത് ചെയ്യുന്നത്? അനദർ കാരിയറിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ എ ഫോൾസും ആറ് ട്രൂ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ കറക്റ്റ്? Primary infection refers to initial infection with a parasite in a host. Primary infection എന്ന് പറയുന്നത് ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ്. Reinfection is the first encounter of the host with the parasite. Secondary infection occurs when new parasite infect host whose resistance is already lowered by pre-existing infection. Cross infection also always result from host on pathogen. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രൈമറി ഇൻഫെക്ഷൻ റെഫേഴ്സ് ടു ദ ഇനിഷ്യൽ ഇൻഫെക്ഷൻ വിത്ത് എ പാരസൈറ്റ്. അത് കറക്റ്റാണ്. റീ ഇൻഫെക്ഷൻ ഇസ് ദ ഫസ്റ്റ് എൻകൗണ്ടർ. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ 2 തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ 2 വരുന്ന രണ്ട് ഓപ്ഷൻ നമുക്ക്
ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി ബാക്കി നോക്കാം. 3. Secondary infection occurs when a new parasite infect a host whose resistance is already lowered by pre-existing. അത് കറക്റ്റ് ആണ് അല്ലേ? സോ അത് കറക്റ്റ് ആണ്. സോ 3 കറക്റ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും വരാമല്ലേ? ഇനി 4 കൂടെ നോക്കാം. ക്രോസ് ഇൻഫെക്ഷൻ ഓൾവേസ് റിസൾട്ട് ഫ്രം ഹോസ്റ്റ് ഓൺ പാത്തജൻ. അല്ല, അതെന്താണ്? ഇറ്റ് ഈസ് എൻഡോജീനസ് ഇൻഫെക്ഷൻ ആണ് അല്ലേ? സോ ക്രോസ് ഇൻഫെക്ഷൻ അല്ല. സോ ഇത് റോങ് ആണ്. കറക്റ്റ് ആൻസർ ഇസ് 1 and 3. 1 and 3 ആണ് ട്രൂ ആയിട്ടുള്ളത്. Which of the following statement is or are correct? A local infection is limited to small area near the portal of entry. Systemic infection affects only the site of entry of the microorganism. Varicella zoster virus causes systemic infection. Local infection shows sign like redness, swelling and purulent drainage. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം. A local infection is limited to a small area near the portal of entry. അത് കറക്റ്റ് ആണ്. Systemic infection affect only the site of entry of the microorganism. Wrong ആണ്. It is local infection ആണ്. Systemic throughout the body infect ചെയ്യും. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 2 തെറ്റാണ്. 2 തെറ്റായിട്ട് വരുമ്പോൾ ഇതും തെറ്റി, ഇതും തെറ്റി, ഇതും തെറ്റി. So correct answer 1, 3 and 4. Okay. Which of the following statement is or are correct? Iatrogenic infection are caused by physician or medical procedures. Cross infection occurs when pathogens are transmitted from one patient to another. Nosocomial infection are a type of cross infection that occurs in hospital. Latent infection always cause immediate symptoms. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ നിന്ന് തുടങ്ങാം. ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ ഓൾവേസ് കോസ് ഇമ്മീഡിയറ്റ് സിംറ്റംസ്. ഇല്ലല്ലേ, സിംറ്റംസ് കാണിക്കില്ല, അത് ബോഡിയിൽ ഇങ്ങനെ കിടക്കും. ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയുമ്പോൾ അവരെന്ത് ചെയ്യും? കാണിക്കും. സോ 4 തെറ്റാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഈ ഒരു ഓപ്ഷനും ഈ ഒരു ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യും. ഇനി ബാക്കി നോക്കാം. നോസോകോമിയൽ ഇൻഫെക്ഷൻ ആർ എ ടൈപ്പ് ഓഫ് കോസ് ഇൻഫെക്ഷൻ ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ വരുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ക്രോസ് ഇൻഫെക്ഷൻ ആണ് വിച്ച് ഒക്കേഴ്സ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഈ രണ്ടിലും 3 കറക്റ്റാണ്. സോ അത് കിടക്കട്ടെ. ക്രോസ് ഇൻഫെക്ഷൻ ഒക്കേഴ്സ് വെൻ പാത്തജൻസ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ പേഷ്യൻറ്റ് ടു അനദർ. ഒരു പേഷ്യൻറ്റിൽ നിന്ന് അനദർ പേഷ്യൻറ്റിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. കറക്റ്റ് ആണല്ലേ? Iatrogenic infection are caused by physician or medical procedures. അതും കറക്റ്റ് ആണ്. സോ 1, 2 and 3 are true. Next one. Which of the following is or are correct? A healthy carrier has never suffered from the disease caused by pathogen. A convalescent carrier continue to harbor pathogen after recovery from disease. Chronic carrier harbor the pathogen from a duration of fewer than 6 months. Contact carrier acquire pathogen from a patient. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ്? കോണ്ടാക്ട് കാരിയർ അക്വയർ പാത്തജൻസ് ഫ്രം എ പേഷ്യൻറ്റ്. അത് കറക്റ്റാണ്. അപ്പോൾ 4 കറക്റ്റാണ്. അപ്പം എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അങ്ങനെ തന്നെ ഇട്ടേക്കാം, കാരണം എല്ലാം 4 വരുന്നുണ്ട്. എ ക്രോണിക് കാരിയർ ഹാർബർ ദ പാത്തജൻ ഫോർ എ ഡ്യൂറേഷൻ ഓഫ് ഫീവർ ദാൻ 6 months. മോർ ദാൻ 6 months ആണ് വരിക അല്ലേ? അല്ലെങ്കിൽ ഇയേഴ്സ് ആണ് വരിക. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ 3 തെറ്റായതുകൊണ്ട് ഈ 3 സ്റ്റേറ്റ്മെൻറ്റും പോവും. പിന്നെ കറക്റ്റ് ഏതാണ്? 1, 2 and 4. ഇതിനെയാണ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. അറിയാമെങ്കിൽ ഡയറക്റ്റ് എത്താം, അല്ലെങ്കിൽ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നമുക്ക് കളയാം. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? Latent infection remain hidden until the host resistance is lowered. Systemic infection never cause fever or lymph node tenderness. Local infection are confined to a specific area. Nosocomial infection are hospital acquired cross infection. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരുന്നത്. ഓർക്കണം, ഇൻകറക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ അനുസരിച്ച് കുത്തുക. ഓക്കെ. നോസോകോമിയൽ ഇൻഫെക്ഷൻ ആർ ഹോസ്പിറ്റൽ അക്വയർഡ് ക്രോസ് ഇൻഫെക്ഷൻ. ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണ്. കറക്റ്റ് ആയതുകൊണ്ട് ഇതാ ഈ 4 എന്നുള്ളത് ട്രൂ ആണ്. അപ്പം നമുക്ക് ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടത്. അപ്പോൾ അത് കിടക്കട്ടെ. ലോക്കൽ ഇൻഫെക്ഷൻ ആർ കൺഫേൺ ടു എ സ്പെസിഫിക് ഏരിയ. സോ ഇതും കറക്റ്റ് ആണ്. സിസ്റ്റമിക് ഇൻഫെക്ഷൻ എവർ കോസ് ഫീവർ ഓർ ലിംഫ് നോഡ് ടെൻഡർനെസ്. അത് റോങ് ആണ്. സിസ്റ്റമിക് ഫീവർ കാണിക്കും, ലോക്കൽ കാണിക്കില്ല. ലേറ്റൻ ഇൻഫെക്ഷൻ റിമൈൻ ഹിഡൻ അണ്ടിൽ ദ ഹോസ്റ്റ് റെസിസ്റ്റൻസ് ഈസ് ലോവർഡ്. അതും കറക്റ്റ് ആണ്. 2 ആണ് ഇൻകറക്റ്റ്. ഇനി ഓപ്ഷൻ നോക്കാം. 1, 3 and 4 ആർ ട്രൂ. അതെല്ലാം നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓൺലി 2 ഇസ് ഇൻകറക്റ്റ്. അപ്പോൾ അത് കറക്റ്റ്. അപ്പോൾ അതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സോഴ്സസ് ആൻഡ് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനിലുള്ളത്. അപ്പോൾ ഇതിലെല്ലാം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഡെഫിനിഷൻസ് നന്നായിട്ട് നോക്കുക.
ആൻഡ് എക്സാമ്പിൾസ്, ഓരോന്നിൽ വരുന്ന എക്സാമ്പിൾസ് നോക്കുക. ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ മതി ഈ ഏരിയയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും, ഒന്നെങ്കിൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.